അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇതിന് പ്രത്യേകിച്ച് ആമുഖത്തിൻ്റെ ഒന്നും ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. അതിനെക്കുറിച്ച് ഗഹനമായി പഠിച്ച് ഇന്തോനേഷ്യയിൽ താമസിച്ച് പഠിച്ച് അദ്ദേഹം തന്നെ വിഷയത്തെക്കുറിച്ച് അവഗാഹം നേടിയ അദ്ദേഹം ഇന്തോനേഷ്യയും കേരളവും തമ്മിലുള്ള ഈ വിഷയത്തിലുള്ളൊരു താരതമ്യം കൂടി നടത്തുന്ന അദ്ദേഹത്തിന് കഴിവും പ്രാപ്തിയുമുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയത്തെക്കുറിച്ച് കേൾക്കുക എന്നുള്ളതിനപ്പുറം പഠനം നടത്തുക എന്നുള്ളൊരവസരം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സംസാരമാണ് നമ്മളെല്ലാം കേൾക്കാൻ ആഗ്രഹിക്കുന്നത്. അദ്ദേഹത്തെ സ്നേഹപൂർവ്വം തൻ്റെ പ്രഭാഷണത്തിന് വേണ്ടി ക്ഷണിക്കുന്നു. ആദ്യം CHRനും തങ്ങളുടെ ശാസ്ത്രങ്ങൾക്ക് നന്ദി അറിയിക്കുകയാണ്. എനിക്കൊരു വേദി ഒരുക്കുന്നത് പ്രത്യേകിച്ച് ഞാൻ അന്ന് പറഞ്ഞതാണ്, ചെറിയൊരു വേദിയിൽ അവതരിപ്പിക്കാനാണ് എനിക്ക് താല്പര്യം. അത് രണ്ട് കാരണങ്ങളുണ്ട്. ഇതിലൊന്ന് പിന്നീട് പറയാം. രണ്ടാമത്തെ കാരണം, ഇതൊരു ഇന്തോനേഷ്യ കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരു പഠനമാണ്. അത് കേരളത്തിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ അല്ലെങ്കിൽ കേരളത്തിലേക്ക് കൊണ്ടുവരാൻ ഒരു പ്രചോദനമാവുക. ഞാൻ ചെയ്യേണ്ട കാര്യമല്ല, എന്നെക്കാളും കേൾപ്പുള്ള ആളുകൾ ഇവിടെ ഉണ്ട്. അതിനൊരു പ്രചോദനമായി മാത്രം ഈ ഒരു ടോപ്പിക് ഉണ്ടാവുക. അപ്പോൾ ഞാൻ ഇന്ന് സംസാരിക്കുന്നത് ഇന്തോനേഷ്യ കേന്ദ്രീകരിച്ചിട്ടുള്ള ബാലവികളെ കുറിച്ചിട്ടാണ്. ഇത് ഞാൻ മാത്രം ചെയ്തൊരു പഠനമല്ല. ഞാനും എൻ്റെ സുഹൃത്ത് ഇന്തോനേഷ്യയിലുള്ള സെയ്ദ് മൂസൽ ഹബ്ഷി എന്ന് പറയുന്ന വ്യക്തിയും കൂടി 2 കൊല്ലത്തെ പ്രയത്നത്തിലൂടെ തീർത്തിട്ടുള്ള ഒരു പ്രൊജക്റ്റാണിത്. ഇപ്പോൾ ഇൻഷാ അല്ലാഹ് ഈ 4-5 മാസത്തിനുള്ളിൽ പബ്ലിഷ് ആവുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇൻഷാ അല്ലാഹ്. അപ്പം അത് നമ്മുടെ പഠനം തുടങ്ങാനുള്ളൊരു കാരണം, നമ്മൾ രണ്ടാളും ഉണ്ടായിരുന്നൊരു ചോദ്യമായിരുന്നു. ബാലവി സാധാരണങ്ങൾ എല്ലായിടത്തും നമുക്ക് കാണാൻ പറ്റും, പക്ഷെ തരീഖ അലവി എന്താണെന്നുള്ളൊരു ചോദ്യത്തിൽ നിന്നാണ് നമ്മൾ രണ്ടുപേരും ഇതിലേക്ക് ഇറങ്ങുന്നത്. എന്താണ് തരീഖ അലവിയ? അപ്പം ഈ അന്വേഷണത്തിൽ നമുക്ക് കിതാബുകളിൽ നിന്നാകട്ടെ അവിടെയുള്ള ആളുകളായിട്ട് സമ്പർക്കത്തിലും സംഭാഷണങ്ങളിലൊക്കെ എപ്പോഴും നമ്മൾ കേൾക്കുന്ന പദങ്ങളാണ് വിലായത്ത്, ബൈത്ത്. ഇത് രണ്ടും കൂടി ചേരുമ്പോഴാണ് അഹ്ലുബൈത്ത് ആകുന്നത്. അപ്പം അത് അന്വേഷിക്കുവാൻ വേണ്ടി കേവലം കിതാബുകൾ മാത്രം പോകാതെ, എന്നാൽ കേവലം പ്രാക്ടീസുകൾ, അവിടെ നിലനിന്ന് പോകുന്ന ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും മാത്രം ഒതുങ്ങാതെ രണ്ടിനെയും ഒന്നിപ്പിച്ചുകൊണ്ട് ഒരു പുതിയൊരു ദിശ ഈ പഠനങ്ങൾക്ക് നൽകാനുള്ളൊരു ഉദ്ദേശം മാത്രമാണ് നമ്മളിൽ. അപ്പം അത് ഞാൻ പറഞ്ഞു സൂചിപ്പിക്കുന്നത്, ഇനിയും കുറേ പഠനങ്ങൾ വരാനുണ്ട്. അപ്പം അതിനുള്ളൊരു പുതിയൊരു മെത്തഡോളജി കൂടിയും ഈ ഒരു പഠനത്തിലൂടെ നമ്മൾ മുന്നോട്ട് വെക്കാനാണ് ശ്രമിക്കുന്നത്. അപ്പം ഈ എന്താണ് വിലായത്ത്, എന്താണ് ബൈത്ത്, ഇത് രണ്ടും തമ്മിലുള്ള ബന്ധം എന്താണെന്നാണ് ഞാനിപ്പോൾ ഇവിടെ അവതരിപ്പിക്കുന്നത്. അത് കൂടാതെ തന്നെ എന്തിന് പാരായണം ചെയ്യണം. ഇവിടെ ഇത് ഡയസ്പോറ സ്റ്റഡീസാണ്. അപ്പം അത് നമ്മുടെ ബാലവി ചരിത്രം നോക്കുകയാണെങ്കിലും എന്തിന് പാരായണം ചെയ്യണം, പാരായണത്തിനുള്ള കാരണം എന്താണെന്നുള്ളത് ബാലവി ചരിത്രത്തിൽ നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള ഒരു കാരണം നമുക്ക് കാണാം. അതിലേക്കും ആണ് ഈ പഠനം പോകും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ കിതാബുകളെയും പ്രാക്ടീസുകളെയും ഒരു എത്നോഗ്രഫിയും രണ്ടും കൂടി ഒന്നിപ്പിച്ചിട്ടുള്ള എഫേർട്ടാണ് അത്. ഈ 2 കൊല്ലത്തിൽ 6 മാസം ഞാൻ അവിടെ ഇന്തോനേഷ്യയിൽ
അവിടെയുള്ള ആളുകളായിട്ട് സന്ദർഭത്തിലും കുറേ സ്ഥലങ്ങളിലൊക്കെ പോയി, കവിതകളൊക്കെ കണ്ടു, വീടുകളൊക്കെ സന്ദർശിച്ചു. അതേ സമയത്ത് തന്നെ അതിന് ശേഷം ഞാനും എൻ്റെ സുഹൃത്തും കൂടി കുറേ കിതാബുകൾ ഓതുകയും വായിക്കുകയും അതിലൂടെ വന്നിട്ടുള്ള ഒരു പ്രൊജക്റ്റ് ആണെങ്കിലും ഞാനിപ്പോൾ ഇവിടെ കിതാബുകളിൽ നിന്ന് തുടങ്ങുകയാണ്. അപ്പം ഒരു നല്ലൊരു സ്റ്റാർട്ടിങ് പോയിന്റ് ആണ്. പ്രത്യേകിച്ച് ഇന്നത്തെ ഒരു കാലത്ത് ബാലവി ഹിസ്റ്ററി എന്നുള്ള നിലക്ക് അവർ ബാലവികൾ എഴുതിയിട്ടുള്ള ഹിസ്റ്ററി കിതാബുകളിൽ നിന്ന് തുടങ്ങുകയാണ്. അപ്പം അതിൽ പേരെടുത്ത് പറയാൻ പറ്റുന്ന ഒരു വളരെ നല്ലൊരു സ്റ്റാർട്ടിങ് പോയിന്റ് ആണ് സയ്യിദ് അഹമ്മദ് ഷാഫിരിയുടെ സിയർ സലഫ് എന്ന് പറയുന്ന പുസ്തകം. അത് വളരെ സിമ്പിൾ ആയിട്ടുള്ള 70 പേജുകളിൽ ഒതുങ്ങുന്ന ഒരു ചരിത്ര പുസ്തകമാണ്. അത് അദ്ദേഹം ഒരു ലെക്ചറായിട്ടാണ് അത് ആദ്യം അവതരിപ്പിച്ചത്. ഒരു പുസ്തകമായിട്ട് പിന്നീട് പബ്ലിഷ് ചെയ്തു. അതിൻ്റെ ഒരു ഡെവലപ്മെന്റ് ആയിട്ടാണ് അദ്ദേഹത്തിൻ്റെ തന്നെ അദ്വാ താറിഖുൽ ഹദറമൗത്ത് എന്ന് പറയുന്ന കുറച്ചും കൂടിയും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ചരിത്ര പുസ്തകം അദ്ദേഹം എഴുതിയിരിക്കും. ഇതൊക്കെ 1960-കൾ 70-കളിന് ശേഷം ഉണ്ടായിട്ടുള്ള പുസ്തകമാണ്. അപ്പൊ ഇതിലൊക്കെ മെയിൻ സോഴ്സ് ആയിട്ടും അദ്ദേഹം അവലംബിക്കുന്നത് മൂന്നാമത്തെ കാണുന്ന ഹദറമൗത്ത് എന്നുള്ള പുസ്തകമാണ്. അത് ഹദറമൗത്തിലുള്ള മുഫ്തി 1920-കളിൽ 30-കളിൽ എഴുതിയിട്ടുള്ള ഒരു പുസ്തകമാണ്. ഇതാണ് ഒരു ആധുനിക കാലഘട്ടത്തിൽ നമുക്ക് ബാലവികൾ എഴുതിയിട്ടുള്ള അവരുടെ ചരിത്രത്തെ കുറിച്ചുള്ള ഒരു പുസ്തകം. ഇതിൽ നമുക്ക് മെയിനായിട്ട് കാണാൻ പറ്റുന്നത് ഈ 3 പുസ്തകങ്ങളിൽ ബാലവി ചരിത്രത്തെ 4 തബക്കകളായിട്ട് അല്ലെങ്കിൽ 4 ദൗറയായിട്ട് വേർതിരിച്ചതായിട്ട് നമുക്ക് കാണാം. ഷാഫിരി ദൗറ എന്നുള്ള വാക്കാണ് ഉപയോഗിക്കുന്നത്. സഖാഫ് തബക്ക എന്നുള്ളത് അത് ചെറിയ വ്യത്യാസങ്ങളേ ഉള്ളൂ. ഒരാൾ കാലഘട്ടത്തെയാണ് മുന്നിൽ നിൽക്കുന്നത്, രണ്ടാമത്തെ ഒരാൾ കുറച്ചും കൂടി ഒരു ഓരോ തീമിനെ ഊന്നിക്കൊണ്ടാണ് ഈ വേർതിരിച്ചിട്ടുള്ളത്. പക്ഷെ ഇത് എല്ലാം ഒരേ അർത്ഥത്തിൽ തന്നെയാണ് അവസാനം വരുന്നത്. ആദ്യത്തെ തബക്ക എന്ന് പറയുന്നത് ബാലവി ചരിത്രത്തിന്റെ തുടക്കം എന്ന് എപ്പോഴും പറയാറുള്ളത് അഹ്മദ് ബിൻ ഈസ അൽ മുഹാജിർ എന്ന് പറയുന്ന സയ്യിദിന്റെ ബസ്റയിൽ നിന്ന് ഹദറമൗത്തിലേക്കുള്ള പാലായനം വെച്ചുകൊണ്ടാണ് തുടങ്ങാറുള്ളത്. അതിന് അന്നത്തെ അബ്ബാസി ഉമ്മവി കാലത്തുള്ള കുറെ ഫിത്നകളും അഹ്ലുബൈത്തുകാർക്ക് നേരിടേണ്ടി വരുന്ന കുറെ പ്രശ്നങ്ങളും കാരണം സയ്യിദ് അഹ്മദ് ബിൻ ഈസ ഒരു തീരുമാനമെടുക്കുന്നു, ഈ ഫിത്നയിൽ നിന്ന് വിട്ടു നിൽക്കുക എന്നുള്ളത്. അതിനാണ് ഏറ്റവും ഉൾപ്രദേശമായിട്ടുള്ള അന്ന് അദ്ദേഹം കണ്ടെത്തിയിരുന്ന സ്ഥലം മരുഭൂമിയായിട്ടുള്ള ഹദറമൗത്തിലേക്ക് പോകുന്നത്. അവിടെ നിന്ന് ഈ ആദ്യത്തെ തബക്കയിൽ 3-4 നൂറ്റാണ്ടുകളാണ് ഈ ആദ്യത്തെ തബക്ക കാലഘട്ടം ഇവർ രണ്ടുപേരും ക്ലാസിഫൈ ചെയ്യുന്നത്. അതിൽ മെയിനായിട്ടുള്ള ആശയമാണ് ഹുമൂൽ എന്നുള്ളൊരു ആശയം. ഹുമൂൽ എന്ന് പറയുന്നത് ലോകത്തിൽ നിന്ന് വിട്ടു നിൽക്കുക, സമൂഹത്തിൽ നിന്ന് സമ്പർക്കങ്ങൾ വിട്ടു നിന്ന് ഹുമൂലിൽ ഏർപ്പെടുക എന്നുള്ള ആശയമാണ് കാണുന്നത്. ഇവരുടെ ടെക്സ്റ്റുവൽ ആയിട്ടുള്ള കാര്യങ്ങളോ അവരെഴുതിപ്പെട്ട രേഖകളോ കാര്യങ്ങളോ അധികം ഇല്ല. നസബിനപ്പുറം ഇവരെ കുറിച്ചിട്ടുള്ള അധിക ഇൻഫർമേഷൻ നമുക്ക് കാണാൻ പറ്റില്ല. ഇവരൊക്കെ ഈ ഫിത്നയിൽ നിന്നും ഇസ്ലാമിക ലോകത്ത് അന്ന് നടക്കുന്ന പ്രശ്നങ്ങളിൽ നിന്നും വിട്ടു നിൽക്കുക, നമ്മുടെ ബൈത്തിൻ്റെ ഉള്ളിൽ ഒരു തലമുറകളെ വാർത്തെടുക്കുക എന്നുള്ളൊരു ഉദ്ദേശമാണ് നമുക്ക് ഈ ആദ്യത്തെ 3-4 കാലഘട്ടങ്ങളിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. പിന്നീട് രണ്ടാമത്തെ തബക്ക എന്ന് പറയുന്നത് ഫഖീഹുൽ മുഖദ്ദം എന്ന് പറയുന്ന സയ്യിദിന്റെ കാലം മുതലും അതിനുശേഷമുള്ള 2 നൂറ്റാണ്ടുകളാണ് കാണാറുള്ളത്. അതിൽ മെയിനായിട്ട് കുറച്ചും കൂടി റിട്ടേൺ ആയിട്ടുള്ള എഴുത്തുകൾ, ചരിത്രങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ഇതിൽ മെയിനായിട്ട് എടുത്ത് പറയേണ്ടത് അന്നത്തെ ഒരു പശ്ചാത്തലം യമനിൽ സെയ്ദികൾ പൊന്തി വരുന്ന ഒരു പശ്ചാത്തലത്തിൽ ഷിയാക്കളിൽ നിന്ന് വ്യതിരിക്തമായിക്കൊണ്ട് ഒരു ബാലവി തരീഖത്തിനെ മോൾഡ് ചെയ്തെടുക്കുക. അതിന് ഇമാം ഗസാലിയുടെ വർക്കുകൾ വളരെ സെൻട്രലായി വരുന്നു. പിന്നീട് ഇബ്നു അറബിന്റെ വർക്കുകൾ വളരെ സെൻട്രലായി വരുന്നു. അപ്പൊ ഇത് ഈ 2 നൂറ്റാണ്ട് കാലങ്ങളിൽ ഫഖീഹുൽ മുഖദ്ദം പിന്നീട് രണ്ടാമത്തെ ഫഖീഹ് എന്ന് പറയുന്നവരുടെയും വർക്കുകളിലും പിന്നീട് വന്നിട്ടുള്ള അബൂബക്കർ ബിൻ സാലിം, അബ്ദുൽ ഐദ്രൂസ്, ഇവരുടെയൊക്കെ എഴുത്തുകൾ നമുക്കിപ്പോഴും എഴുത്തുകൾ കണ്ടിന്യൂറ്റി നമുക്ക് കിട്ടുന്നു. ഇതിലൊക്കെ കുറേയൊക്കെ മിസ്റ്റിക്കലായിട്ടുള്ള കുറേ ആശയങ്ങൾ വളർന്നു വരുന്നു. പ്രത്യേകിച്ച് നൂർ മുഹമ്മദ് എന്നുള്ള ആശയം, ഹദ്റ മുഹമ്മദിയ,
ഇങ്ങനത്തെ ആശയങ്ങളൊക്കെ ഇവരെ എഴുത്തുകൾ നമുക്ക് കുറെ കാണാൻ പറ്റും. അതുകൂടാതെ തന്നെ ഈ ഇബ്നു അറബിയിലും മറ്റൊക്കെ കാണാൻ പറ്റുന്ന പോലെ ഹഖീഖ, ശരിയ, തരീഖ, ഈ മൂന്ന് കാര്യങ്ങളെയൊക്കെ കുറെ വിശകലനം ചെയ്തുകൊണ്ടിട്ടുള്ള ചർച്ചകളൊക്കെ ഇവരെ വർക്കുകളിൽ കാണാൻ പറ്റും. ഇതിന് ശേഷം മൂന്നാമത്തെ തബക്ക ആരംഭിക്കുന്നത് അബൂബക്കർ അൽ-ഐദ്റൂസ് അൽ-അദ്നി എന്ന് പറയുന്ന വ്യക്തിയിൽ നിന്നാണ്. അത് പക്ഷെ അദ്ദേഹത്തെക്കാളും പ്രോമിനന്റ് ആയിട്ട് മൂന്നാമത്തെ തബക്കയിലുള്ളത് ഇമാം ഹദ്ദാദാണ്. ഇമാം ഹദ്ദാദിന്റെ തജ്ദീദോടെയാണ് തബക്ക ഒരു നാലാമത്തെ ഇതിലേക്ക് നീങ്ങുന്നത്. അപ്പം ഇമാം ഹദ്ദാദിന്റെ വർക്കുകളാണ് നമുക്കിപ്പോൾ ഏറ്റവും പ്രചാരണത്തിലായിട്ട് കാണാൻ പറ്റുന്നത്. ഇമാം ഹദ്ദാദിന്റെ വർക്കുകളിൽ നമുക്ക് മെയിനായിട്ട് കാണുന്ന ഒരു ആശയമാണ് മുസ്ലിം ലോകം മൊത്തം, അതുകൂടാതെ തന്നെ ബാലവികൾക്കിടയിലും ദീന് കുറഞ്ഞു വരുന്ന ഒരു പ്രവണത. അതായത് മുന്നേ ഉണ്ടായിരുന്ന ഹുമൂലിൽ ഏർപ്പെട്ടിരുന്ന ബാലവി സാദാത്യങ്ങളുടെ ഹിമ്മയും കഴിവും കൂവത്തൊക്കെ തകർന്നു പോകുന്ന ഒരു സാഹചര്യമാണ് ഈ മൂന്നാമത്തെ തബക്കയുടെ ഇമാം ഹദ്ദാദ് അദ്ദേഹത്തിന്റെ എഴുത്തുകളിൽ പറയുന്നത്. അതിന് കാരണമായിട്ട് അദ്ദേഹം പറയുന്നത് മുദാഖറ, മുഷാഫഹ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വീക്കായി വരുന്നതും, പ്രത്യേകിച്ച് ബാലവി തങ്ങന്മാരും കച്ചവടത്തിലും അവരുടെ ഹൗത്തകളിലും ഈ രാഷ്ട്രീയപരമായിട്ടുള്ള ഇടപെടലിലൊക്കെ പോകുമ്പോൾ ദീന് കുറഞ്ഞു വരുന്ന ഒരു പ്രവണത വരുന്നു. അതിനു വേണ്ടി ഇമാം ഹദ്ദാദ് തരീഖ അലവിയെ മാറ്റുക, പുനർനിർമ്മിക്കുക, ചില കോഡിഫൈ ചെയ്യുക എന്നുള്ളൊരു ആശയമാണ് ഈ ഹിസ്റ്ററികളിൽ നമുക്ക് കാണാൻ പറ്റും. പിന്നീട് ഇമാം ഹദ്ദാദിന് ശേഷമാണ് ഇന്നത്തെ കാലം വരെ നീണ്ടു നിൽക്കുന്ന നാലാമത്തെ തബക്കകൾ ഈ ഹിസ്റ്ററികളിൽ കാട്ടിലുണ്ട്. പക്ഷെ ഇതിലൊന്നും ഈ ചരിത്ര പുസ്തകങ്ങൾ നമ്മൾ വായിക്കണം, ഇതൊക്കെ ഒരു മോഡേൺ ഓഡിയൻസിന് വേണ്ടി എഴുതിയിട്ടുള്ള പുസ്തകങ്ങളാണ്, ആർക്കും മറിച്ച് നോക്കി മനസ്സിലാക്കാൻ പറ്റുന്ന പുസ്തകമാണ്. പക്ഷെ ഇതിലും നമുക്ക് വിലായത്ത് എന്താണ്, ബൈത്ത് എന്താണ് എന്നുള്ളത് വ്യക്തമായി കാണാൻ പറ്റില്ല. അത് ബാലവികൾക്ക് വായിച്ചാൽ അത് അവർക്ക് മനസ്സിലാവും. പക്ഷെ അത് ഇതിൽ ഇല്ലാത്തവർ അത് വായിക്കുമ്പോൾ ചിലപ്പോൾ അത് വ്യക്തമായിട്ട് നമുക്ക് കാണാൻ പറ്റില്ല. പക്ഷെ ഇവരൊക്കെ ഈ വിലായത്തിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ മെയിനായിട്ട് സോസ് ചെയ്യുന്ന ഒരു പുസ്തകമാണ് ഇഖ്തുൽ യവാഖീത് അൽ ജൗഹരിയ്യ എന്ന് പറയുന്ന ഐദ്റൂസ് ബിൻ ഉമർ അൽ ഹബ്ഷി അദ്ദേഹത്തിന്റെ 1880-കളിൽ എഴുതിയിട്ടുള്ള ഒരു കിതാബാണ് മെയിനായിട്ട് ഇവർ റെഫർ ചെയ്യുന്നത് വിലായത്തിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ. ഇതില് ഇമാം ഹദ്ദാദിന് ശേഷം വന്നിട്ടുള്ള ഐദ്റൂസ് അൽ ഹബ്ഷിന്റെ ഈ ഒരു പുസ്തകം ഈ ബാലവികൾക്കിടയിലുള്ള ഒരു ഡിക്ലൈനിനെ എങ്ങനെ തടയുക, എങ്ങനെ തരീഖ അലവിയെ പുനർനിർമ്മീകരിക്കുക എന്നുള്ളൊരു വളരെ ആഴത്തിലുള്ള ചർച്ചകളാണ് ഈ പുസ്തകത്തിൽ കാണുന്നത്. പിന്നെ ഈ പുസ്തകം കൂടാതെ തന്നെ എടുത്തു പറയേണ്ടത്, ഇന്തോനേഷ്യനെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്നത് കൊണ്ട് എടുത്തു പറയേണ്ട വേറൊരു പുസ്തകമാണ് താജുൽ ആറാസ് എന്ന് പറയുന്ന സയ്യിദ് ഹബീബ് അലി ഇബ്നു ഹുസൈൻ അൽ അത്താസ് എന്ന് പറയുന്ന 1920-കളിൽ ഹദറമൗട്ടിൽ നിന്ന് ജാവയിലേക്ക് പാരായണം ചെയ്തിട്ടുള്ള സയ്യിദിന്റെ ഒരു കിതാബാണ്. ഇതും ഈ രണ്ട് പുസ്തകങ്ങളും ഏകദേശം 600 പേജുകളൊക്കെ ഒതുങ്ങുന്ന പുസ്തകങ്ങളാണ്. ആദ്യത്തെ പുസ്തകം കുറച്ചും കൂടി ആശയപരമായിട്ട് കട്ടിയുള്ളതാണെങ്കിൽ രണ്ടാമത്തെ പുസ്തകം ആശയപരമായിട്ട് അല്ലെങ്കിൽ കോൺസെപ്ച്വലി അങ്ങനെ ഡീപ്പല്ല, പക്ഷെ അത് വളരെ ഡിസ്ക്രിപ്റ്റീവ് ആയിട്ട് വന്നു. ഓരോ ഈ സയ്യിദ് പരമ്പരയിൽ വരുന്ന ഔലിയാക്കളുടെ പ്രവർത്തനങ്ങൾ, അവരുടെ ബൈത്തിലെ കാര്യങ്ങൾ, അവരുടെ കത്തിടപാടുകൾ, അവരുടെ യാത്രകൾ വളരെ ആഴത്തിൽ ഡിസ്ക്രൈബ് ചെയ്തു പോകുന്ന ഒരു പുസ്തകമാണ്. ഈ രണ്ട് പുസ്തകങ്ങൾ വായിച്ചു തീർക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. ഞാൻ ഇന്നും ഫുള്ള് വായിച്ചായിട്ട് അവകാശപ്പെടുന്നില്ല. പക്ഷെ ഇതിൽ കുറച്ചും കൂടി നമുക്ക് എന്താണ് വിലായത്ത്, എങ്ങനെയാണ് ബൈത്ത് നിലനിന്ന് പോകുന്നത്, നമുക്ക് കുറച്ചും കൂടി നമുക്ക് ഇതിൽ നിന്ന് കിട്ടാൻ പറ്റും. അപ്പൊ അതിൽ നിന്നാണ് നമ്മൾ അന്വേഷിക്കുമ്പോൾ ഈ രണ്ട് പുസ്തകങ്ങളിൽ ഈ ചർച്ചകളൊക്കെ വരുമ്പോൾ അവര്
ഇമാം ഹദ്ദാദിന്റെ ഒരു പുസ്തകത്തെയാണ് മെയിനായിട്ട് റെഫർ ചെയ്തത്. ഇമാം ഹദ്ദാദിന്റെ കുറേ പുസ്തകങ്ങൾ ഇന്നും വളരെ ഏറെ പ്രചാരത്തിലുള്ള പുസ്തകങ്ങളാണ്. ഇപ്പം റിസാലത്തുൽ മുആവിനാട്ടെ, ദാവത്താമ, സാഹിദ്ദീനിയ, ഇതൊക്കെ വളരെ പ്രചാരത്തിലുള്ള പുസ്തകമാണെങ്കിലും അവരെല്ലാം ഈ ഞാൻ നേരത്തെ പറഞ്ഞ രണ്ട് പുസ്തകങ്ങളും അവസാനത്തെ പുസ്തകത്തെയാണ്, ഇമാം ഹദ്ദാദിന്റെ അവസാനത്തെ കൃതിയായിട്ടുള്ള തസ്ബീത്തുൽ ഫുആദ് എന്ന് പറയുന്ന പുസ്തകത്തെയാണ് വിലായത്തിനെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ റെഫർ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ആ ഒരു പുസ്തകത്തിലേക്ക് നീങ്ങുമ്പോൾ വളരെ വ്യക്തമായിക്കൊണ്ട് എന്താണ് വിലായത്ത്, എങ്ങനെ ആയിരിക്കണം ബൈത്ത് എന്നുള്ള കാര്യം, തരീഖ അലവിയ നിലനിന്ന് പോകേണ്ടത് എങ്ങനെയാണെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് ഈ പുസ്തകത്തിൽ നമുക്ക് കാണാം. അപ്പൊ അതിലേക്കാണ് ഞാൻ അടുത്തതായിട്ട് നീങ്ങുന്നത്. നമ്മുടെ പഠനത്തിൽ അടുത്ത ഈ വിലായത്ത് ഇമാം ഹദ്ദാദ് എങ്ങനെയാണ് വിവരിക്കുന്നത് എന്നാണ് ഇതാക്കിയിട്ടുള്ളത്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രണ്ടാമത്തെ തബക്കയിൽ കുറച്ചും കൂടി സൂഫി തസവൂഫിന്റെ ആന്തരികമായിട്ടുള്ള ആഴത്തിലുള്ള ചർച്ചകൾ നടന്നതായിട്ട് പറയുന്നത്. ഇമാം ഹദ്ദാദിന്റെ കാലഘട്ടം മുതൽ അതിനെ നിരുത്സാഹപ്പെടുത്തുകയല്ല, പക്ഷെ അതിനെ സൈഡാക്കിയിട്ട് അമലിൽ ഏർപ്പെടുക എന്നുള്ള ഒരു ആശയമാണ് ഇമാം ഹദ്ദാദ് മുന്നോട്ട് വെക്കുന്നത്. അതായത് അദ്ദേഹം പറയുന്നതും ഇന്നത്തെ ഒരു കാലത്ത് അദ്ദേഹം പറയുന്ന അദ്ദേഹത്തിന്റെ കാലം മുതൽ ഇനി അങ്ങനത്തെ ഹിമ്മയും കുവ്വയുള്ള ആളുകൾ ഇനി ഉണ്ടാവാൻ സാധ്യതയില്ല. അപ്പോൾ ബാലവികളും സാധാരണ ജനങ്ങളും അമലിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക, അമലിൽ ഏർപ്പെടുകയാണ് ചെയ്യേണ്ടത്. തരീഖ അലവിയുടെ ദഅവ ആ ഒരു അർത്ഥത്തിലേക്കാണ് നീങ്ങേണ്ടത്. അതിനു വേണ്ടി അദ്ദേഹം തരീഖ അലവിയെ റിഫോം ചെയ്യുന്നതായിട്ടാണ് നമുക്ക് തസ്ബീത്തുൽ ഫുആദിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇമാം ഹദ്ദാദ് നിങ്ങൾക്ക് അറിയുന്ന പോലെ ചെറുപ്രായം മുതൽ കണ്ണ് കാഴ്ചയില്ലാത്തത് കൊണ്ട് അദ്ദേഹത്തിന്റെ മെയിൻ ശിഷ്യനായിട്ടുള്ള അഹ്മദ് ബിൻ സൈൻ അൽ ഹബ്ഷിയാണ് ഈ പുസ്തകങ്ങളൊക്കെ ക്രോഡീകരിച്ചിട്ടുള്ളത്. അപ്പം ഈ ക്രോഡീകരണത്തിലും അദ്ദേഹത്തിന്റെ മെയിൻ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഈ തരീഖ അലവിയെ റിഫോം ചെയ്യുമ്പോഴും ഈ വ്യക്തികളിലൂടെയാണ് അദ്ദേഹം റിഫോം ചെയ്യുന്നത്. ഈ 1700-കളിൽ അദ്ദേഹത്തിന്റെ ഈ കൃതികളും പ്രവർത്തനങ്ങളും താലീമും തർബിയും ഒക്കെ ബാലവികളെ ബൈത്തിലൂടെ അവരുടേതായ ഒരു ദഅവ ലോകത്ത് പ്രചരിപ്പിക്കുക എന്നുള്ളൊരു ആശയമാണ് ഇമാം ഹദ്ദാദ് മുന്നോട്ട് വന്നത്. അപ്പൊ അതിന് ഇമാം ഹദ്ദാദിന്റെ കൃതികളിൽ ഇതിനെ റഇയ എന്നുള്ളൊരു വാക്കിലൂടെയാണ് ബാലവികളുടെ ഫങ്ഷൻ, അവരുടെ പ്രവർത്തനം റഇയ എന്നുള്ളൊരു പ്രവർത്തനമാണ്. അത് കുല്ലുക്കും റായിൻ കുല്ലുക്കും മസ്ഊലുൻ റഇയ എന്നുള്ള ഹദീസ് വെച്ചുകൊണ്ടാണ് ബാലവികൾ ഇനി മുതൽ ദഅവയിൽ ഏർപ്പെടേണ്ട മുസ്ലിം ലോകത്തേക്ക് അവരുടെ ഒരു റഇയ, ഒരു ഷെപ്പേർഡ്, ഇംഗ്ലീഷിൽ ഷെപ്പേർഡ്, ആട്ടിടയന്മാരായിട്ടാണ് അദ്ദേഹം ഒരു അനുഭവം നൽകാറുള്ളത്. ഇതിന് ബാലവികൾ എന്താണ് ചെയ്യേണ്ടത്? അതിന് അവരുടെ ആദ്യത്തെ തബക്ക മുതലുള്ള ആശയമായിട്ടുള്ള ഹുമൂൽ എങ്ങനെയാണ് ഇന്നത്തെ ഒരു കാലത്ത് വളരേണ്ടത്, അതിന് അദ്ദേഹം രണ്ട് കാര്യങ്ങളാണ് പറയുന്നത്. ഉസ്ല, ഖൽവ. ഇത് രണ്ടും ബൈത്ത് കേന്ദ്രീകരിച്ചുകൊണ്ട് ആത്മീയമായിട്ടുള്ള സംസ്കരണ പ്രവർത്തനങ്ങളാണ്. ഉസ്ല പൊതുവായിട്ടുള്ള എല്ലാ ബാലവേർക്കും പറഞ്ഞിട്ടുള്ളതാണെങ്കിൽ ഖൽവ വളരെ ഖാസ് ആയിട്ടുള്ള, അതിന് കെൽപ്പുള്ളവർ, അതിന് ഷെയ്ഖ് മുഷായിഖ് ഉള്ളവർ മാത്രം ഇറങ്ങേണ്ട ഒരു കാര്യമായിട്ടാണ് ഖൽവ പറയുന്നത്. പിന്നെ അദ്ദേഹം ഇതൊക്കെ പറയുമ്പോൾ തന്നെ പറയുന്നുണ്ട്, ഈ ഒരു തരീഖ, നമ്മുടെ തരീഖ അലവിയ, അതിൻ്റെ ഇമാമ ദഅവയിൽ ഏർപ്പെടേണ്ടത് ഒരു വളരെ മുദ്രിമായിട്ടുള്ള ഒരു തരീഖത്താണ്. ഇത് കഷ്ടപ്പാടിൽ ഏർപ്പെടേണ്ട, സമൂഹത്തിൽ നിന്ന് വിട്ടു നിന്ന് കൊണ്ടിട്ടുള്ള ഒരു ഏർപ്പാടാണ് അത്. പിന്നെ അത് വളരെ ഖാസായിട്ടുള്ള ഒരു ഏർപ്പാടും കൂടിയാണ്. ഇതിലൊക്കെ വായിച്ചു പോകുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ഈ വിലായ എന്ന് പറയുന്നത് വളരെ സ്ലോ ആയിക്കൊണ്ട്, വളരെ തലമുറകളിലൂടെ വളർത്തിയെടുക്കേണ്ട ബൈത്ത് കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ്. പ്രവർത്തനത്തിന്റെ ഫലമായിട്ടാണ് വിലായ അദ്ദേഹം കാണിക്കുന്നത്. അപ്പൊ അതിൽ നിന്നാണ് നമുക്ക് പിന്നീട് ഒരു എത്നോഗ്രഫി, ഇതെങ്ങനെ നമുക്ക് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാന്നുള്ളൊരു കാര്യം നമുക്ക് ഈ പുസ്തകത്തിലൂടെയാണ് കിട്ടുന്നത്. നമ്മുടെ ഒരു വാദമാണ്, ഇമാം ഹദ്ദാദിന്റെ ഈ കൃതികളിലൂടെ
വിലായത്ത് ബൈത്തിലൂടെ നിലനിർത്തുക എന്നുള്ളൊരു സങ്കല്പം രണ്ട് ധ്വനിയിലൂടെയാണ് അദ്ദേഹം പറയുന്നത്. അത് ഒന്ന് ബിർറുൽ വാലിദൈൻ, രണ്ടാമത്തത് സിലത്തുർ റഹീം. ബിർറുൽ വാലിദൈൻ എന്ന് പറയുന്നത് മാതാപിതാക്കളോടുള്ള ബിർറ്, സിലത്തുർ റഹീം എന്ന് പറയുന്നത് ബന്ധങ്ങൾ നിലനിർത്തുക എന്നുള്ളത്. ഇത് പ്രത്യക്ഷത്തിൽ നമ്മൾ ഇതിന് മുന്നേയും ഈ വാക്കുകൾ നമ്മൾ കാണുന്നുണ്ടെങ്കിലും ഈ പ്രത്യക്ഷത്തിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ജനറൽ ആയിട്ടുള്ള ഒരു ടേം ആണെങ്കിലും ഇമാം ഹദ്ദാദ് അത് ക്രോഡീകരിക്കുന്നത് വളരെ വ്യക്തമാണ്. എന്തൊക്കെ രീതിയിലാണ് ബിർറുൽ വാലിദൈനും സിലത്തുർ റഹീമും ബൈത്തിലൂടെ ഫങ്ഷൻ ചെയ്യേണ്ടതെന്ന് അദ്ദേഹം ക്രോഡീകരിക്കും. അതാണ് നമ്മൾ വാദിക്കുന്നത് തരീഖ അലവിയ. ആ ഒരു അർത്ഥത്തിൽ തരീഖ അലവിയ ഇന്നും ഇന്തോനേഷ്യയിൽ ഒരർത്ഥത്തിൽ നിലനിന്ന് പോകുന്നുണ്ടോ എന്നാണ് നമ്മുടെ പഠനം മുന്നോട്ട് വെക്കുന്നത്. അപ്പൊ നമ്മുടെ ആ ഒരു എത്നോഗ്രഫിയിലേക്ക് പോകുന്നതിന് മുമ്പ് വളരെ ബ്രീഫായിക്കൊണ്ട് ഇന്തോനേഷ്യന്റെ ഒരു കോണ്ടെക്സ്റ്റ് ചെറിയ 2-3 മിനിറ്റ് കൊണ്ട് പറഞ്ഞുകൊണ്ട് ഞാൻ അധികം അതിലേക്ക് പോകുന്നില്ല. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ചരിത്ര പുസ്തകങ്ങളിലൊക്കെ പറയുന്ന ഒരു കാര്യമാണ്, 4ാമത്തെ തബക്ക ഇമാം ഹദ്ദാദിന്റെ വഫാത്തോടെ തുടങ്ങുന്ന ഒരു കാലമാണ്. ആ ഒരു കാലത്തെ എല്ലാവരും, ഈ 2 ചരിത്രകാരും മാത്രമല്ല എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ്, ഒരു പതനത്തിന്റെ ഒരു കാലമാണ്. പക്ഷെ അതിലൊക്കെ മെയിനായിട്ടുള്ള ഒരു പ്രശ്നം എല്ലാവരും എടുത്തു പറയുന്നതാണ് ബാലവികൾക്കിടയിലുള്ള മുവല്ലതുകളുടെ പ്രശ്നം. അതായത് ഷരീഫ അല്ലാത്ത സ്ത്രീകളിൽ ഉണ്ടാകുന്ന കുട്ടികളുടെ താലീമും തർബീയും അവരുടെ ബാലവി സന്തതികളുമായിട്ടുള്ള ഒരു ബന്ധം നിലനിർത്തി പോകുന്ന പ്രശ്നമാണ് ഈ 4ാമത്തെ തബക്കയിലെ ഏറ്റവും വലിയ പ്രശ്നം. അതിനെ എങ്ങനെ നമ്മൾ ഈ മുവല്ലതായിട്ട്, പ്രത്യേകിച്ച് ജാവ എന്നുള്ളൊരു നാട് 1700-കളിൽ 750 ശേഷം വലിയ രീതിയിൽ, ഇപ്പം കേരളത്തിന്റെ പശ്ചാത്തലത്തിൽ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു ഇന്തോനേഷ്യയിൽ നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം, 1950-60 വരെ വലിയൊരു രീതിയിൽ ഹദ്രമൗത്തിൽ നിന്ന് ബാലവികൾ ജാവയിലേക്ക് പോകുന്നത് നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് കേരളത്തെ ആസ്പദമാക്കിക്കൊണ്ട് ഇന്തോനേഷ്യയിൽ ചില സ്ഥലങ്ങളിൽ ബാലവികൾ മാത്രമായിട്ടുള്ള സ്ഥലങ്ങളുണ്ട്. അത്രത്തോളം വലിയൊരു ജനസംഖ്യ അവിടെ ഉണ്ട്. പക്ഷെ അവരിടയിലുള്ള ഈ ഒരു പ്രശ്നമാണ് മുവല്ലതുകളുടെ പ്രശ്നം. അവരെ ഈ മുവല്ലതുകൾക്ക് ബൈത്ത് എന്നുള്ളൊരു സമ്പ്രദായം ഇല്ലാത്തരം അവരെ എങ്ങനെയാണ് തരീഖത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരിക? അതിനാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഇഖ്ദുൽ യവാഖീത്ത് അൽ ജൗഹയ്യ എന്നുള്ള ഒരു പുസ്തകം ഐദ്റുസുൽ ഹബ്ഷി എഴുതിയിട്ടുള്ളതും മുവല്ലതുകളെ എങ്ങനെ അവർക്ക് തർബിയത്ത് നൽകുക, താലീം നൽകുക എന്നുള്ള ഒരു കാര്യമാണ്. അദ്ദേഹം അതിൽ പറയുന്നത് അതിനായിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിട്ടുള്ള കാര്യങ്ങൾ വേണം, ഒരു സിലബസ് ക്രോഡീകരിക്കണം, മുവല്ലതുകളായിട്ടുള്ള ആളുകളെ ഹദ്രമൗത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരു പ്രാക്ടീസ് നമ്മൾ സ്ഥാപിക്കേണ്ടതുണ്ട്. അവരൊക്കെ ജാവയിൽ നിന്നും ആഫ്രിക്കയിൽ നിന്നും മറ്റവരൊക്കെ ഈ ഇവിടെ തെരീമിൽ വന്ന് അവർക്ക് തർബിയത്ത് നൽകുകയും അതിലൂടെ അവർക്ക് തരീഖ അലവിയന്റെ കാര്യങ്ങൾ നിലനിർത്തി പോവുക എന്നുള്ളൊരു ഇതാണ് 4ാമത്തെ തബക്കയിൽ നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഇത് കൂടാതെ തന്നെ ഇന്തോനേഷ്യയിൽ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് കൊളോണിയൽ പശ്ചാത്തലത്തിലുള്ള, അന്ന് ഡച്ചുകാരായിരുന്നു ഇന്തോനേഷ്യ ഭരിച്ചിരുന്നത്. അവര് ബാലവികളെ ബാക്കിയുള്ള മുസ്ലിങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കി, ബാലവി എന്നല്ല ഹദ്രമികളെ ജാവയിലുള്ള മുസ്ലിങ്ങളിൽ നിന്ന് സെഗ്രിഗേറ്റ് ചെയ്തുകൊണ്ട് അവർക്ക് അവരുടേതായ സ്ഥലങ്ങൾ നൽകുകയും ജനറൽ ആയിട്ടുള്ള മുസ്ലിങ്ങളായിട്ട് അപ്പം ഈ ഒരു കൊളോണിയൽ പശ്ചാത്തലവും ഇന്തോനേഷ്യയിലുണ്ട്. അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല അധികം. പിന്നെ അതിൻ്റെ ഒരു കൊളോണിയൽ പശ്ചാത്തലത്തിന് ശേഷമാണ് 1900-കളിൽ ഇന്തോനേഷ്യയിൽ പൊന്തി വരുന്ന ജമിയത്ത് ഖൈർ എന്ന് പറയുന്ന ഒരു സംഘടന 1901-ലാണ് പൊന്തി വരുന്നത്. ഇത് ബാലവി സാദാത്യങ്ങളുടെ വെൽഫെയറും കാര്യങ്ങളൊക്കെ ആസ്പദമാക്കിയിട്ടുള്ള ഒരു സംഘടനയാണ്. പിന്നെ അതുകൂടാതെ തന്നെ റാബിത്ത അലവിയ എന്നുള്ളൊരു സംഘടന 1927-ൽ പൊന്തി വരുന്നു. പിന്നെ അതുകൂടാതെ തന്നെ സൈനബിൻ സുമൈത്ത് എന്ന് പറയുന്ന സയ്യിദിന്റെ മൻഹജു സാവി, എങ്ങനെ ഒരു ഇമാം ഹദ്ദാദിന്റെ
പ്രയത്നങ്ങൾ എങ്ങനെ നമ്മൾ ജാവയിലേക്ക് കൊണ്ടുവരിക എന്നുള്ള കിതാബുകളൊക്കെ നമുക്ക് ഇതിൽ കാണാൻ പറ്റും. അതിലേക്കൊന്നും ഞാൻ അധികം പോകുന്നില്ല. പിന്നെ ഇന്നത്തെ ഒരു സാഹചര്യം, ഇൻഡിപെൻഡൻസിന് ശേഷം ഒരു കമ്മ്യൂണിസ്റ്റ് ഭരണം വരുമ്പോൾ എങ്ങനെയാണ് ഇസ്ലാം മാറി വരുന്നത്, അതൊക്കെ എൻ്റെ പേപ്പറിൽ ചർച്ച ചെയ്യുന്നുണ്ട്. പിന്നെ സുഹാർത്തോ എന്നുള്ള ഒരു പ്രസിഡന്റ് 1970 വരുമ്പോൾ ഇസ്ലാം മാറുന്നു. പിന്നെ 1998 സുഹാർത്തയുടെ പതനത്തോടെ ഇസ്ലാം ഒരു പബ്ലിക് ഇമേജായി മാറുമ്പോൾ അവിടെയും ബാലവിയിൽ നേരിടേണ്ട പ്രശ്നങ്ങൾ, ദാവ വളരെ പബ്ലിക് ആവുക, അതായത് ഓൺലൈൻ, പിന്നെ ഈ കാസറ്റുകൾ മറ്റു കാര്യങ്ങളിലൂടെ ദാവയിൽ എല്ലാവരും ഇറങ്ങുമ്പോൾ തരീഖ് അലവിയുടെ അവരുടേതായ രീതിയിലുള്ള ദാവ എങ്ങനെ നിലനിർത്തി പോകുക, അല്ലെങ്കിൽ എങ്ങനെ ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകാന്നുള്ള ചർച്ചകളൊക്കെ ഇന്തോനേഷ്യയിലും ജാവയിലും നടക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ ഇവിടെ അധികം സംസാരിക്കുന്നില്ല. ഞാൻ നേരെ ഈ എത്നോഗ്രഫിയിലേക്ക് ഇറങ്ങിയ ഈ ബൈത്ത് എങ്ങനെയാണ് ഇന്നും ജാവയിൽ നിലനിന്ന് പോകുന്നതെന്നുള്ളത് ഉണ്ടാക്കുന്നത്. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ രണ്ട് ധ്വനികൾ ബിർറുൽ വാലിദൈൻ സിലത്തുർ റഹീം അതെങ്ങനെയാണ് പ്രവർത്തനമായിട്ട് വരുന്നതെന്നാണ് ഈ പാഠത്തിലേക്ക്. ഈ ഇതില് വളരെ ഏറ്റവും നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഈ ഇപ്പോൾ ഇവിടെ എഴുതിയിട്ടുള്ള കിസ്സിങ്ങും സിയാറയും. മുത്തുക എന്നുള്ളത്, കൈ മുത്തുക അല്ലെങ്കിൽ തല മുത്തുക എന്നുള്ളത് ചെറുപ്രായം മുതൽ ബൈത്തുകളിൽ വളർത്തിക്കൊണ്ടുവരുന്ന ഒരു പ്രാക്ടീസാണ്. അത് എത്രത്തോളം പറഞ്ഞാൽ കുട്ടികളുടെ ഒരു 5ാമത്തെ 6ാമത്തെ വയസ്സോടെ അതൊരു ഓട്ടോമാറ്റിക്കായി മാറുകയും വേറൊരു ബാലവി സയ്യിദിനെ കാണുമ്പോൾ അത് ഒരു പ്രാക്ടീസായി മാറുകയും, അതുകൂടാതെ തന്നെ സിയാറ എന്നുള്ള സംഭവം, ഇത് രണ്ടും, ഇപ്പൊ സിയാറ എന്ന് പറയുന്നത് ഒരുപാട് വീടുകൾ സന്ദർശിക്കുക, ബന്ധങ്ങൾ നിലനിർത്തുക എന്നുള്ളൊരു കാര്യമാണ്. ഇതൊക്കെ ബാലവി സാധാർത്ഥ്യങ്ങൾക്ക് മാത്രം ഒതുങ്ങിയ കാര്യങ്ങൾ. ഇത് ലോകത്ത് എല്ലാവരും നിലനിർത്തി പോകുന്ന ഒരു കാര്യമാണ്. പക്ഷെ ബാലവി തങ്ങന്മാരുടെ ഇത് വ്യതിരിക്തമാകുന്നത് അവര് മരിച്ചവരെയും ഇതിൽ ഉൾപ്പെടുത്തുമ്പോഴാണ്. ഈ സിയാറത്ത് എന്ന് പറയുന്നത് കാര്യം വീടുകൾ സന്ദർശിക്കുന്നതിന് കൂടെ അവരുടെ മക്കാമുകൾ, മരിച്ചുപോയ സന്തതികളുടെ മക്കാമുകൾ മക്ബറയിൽ സന്ദർശിക്കുക, അത് വളരെ സിസ്റ്റമാറ്റിക് ആയിക്കൊണ്ട് അത് വീടുകളിൽ നിലനിർത്തി പോവുക എന്നുള്ളൊരു കാര്യമാണ് സിയാറത്തിലൂടെ നമുക്ക് കാണാൻ പറ്റുന്നത്. ഈ സിയാറത്തിൽ ഈ മോർണിംഗ്, അതായത് മരണം ആസ്പദമായിട്ടുള്ള സിയാറത്ത്, അതിൽ നമുക്ക് ഫസ്റ്റ് കാണാൻ പറ്റുന്ന ഒരു കാര്യമാണ് തഹ്ലീല്. അത് 3ാമത്തെ ദിവസം, 7ാമത്തെ ദിവസം, 40ാമത്തെ ദിവസം, 100ാമത്തെ ദിവസം, ഈ ദിവസങ്ങളിൽ കുടുംബം ഒരു ബൈത്ത് എല്ലാവരും ഈ ദിവസങ്ങളിൽ ഒപ്പം വരിക. അവിടെ അന്നേരം അവരുടേതായ, ഇപ്പം ഹദ്ദാദ് കുടുംബത്തിൽപ്പെട്ടവർക്ക് അവരുടേതായ ചടങ്ങുകൾ ഉണ്ടാവും, റാത്തീബുകൾ ഉണ്ടാവും, ഔറാദുകൾ ഉണ്ടാവും. പിന്നെ അതുകൂടാതെ തന്നെ ഓരോ, ഇപ്പം ഹദ്ദാദ് കുടുംബത്തിന് അവരുടേതായ ഒരു ഭക്ഷണമുണ്ട്. ഒരു നമ്മുടെ നാട്ടിലൊക്കെ ഒരു ഇറച്ചിപ്പത്തിരി എന്ന് പറയുന്ന ഒരു സംഭവം ഈ ദിവസങ്ങളിൽ മാത്രം അവരുണ്ടാക്കുന്നതാണ്. അപ്പം അതിൻ്റെ ഒരു പവർ എന്താണെന്ന് പറഞ്ഞാൽ, ഈ ഒരു ഭക്ഷണം വേറൊരു ദിവസം കഴിച്ചാൽ അവർക്ക് പെട്ടെന്ന് ഈ മരിച്ചവരെ കുറിച്ചിട്ടായിരിക്കും ഓർമ്മ വരാൻ. അത്രത്തോളം ഈ പ്രാക്ടീസ് അവരുടെ ഇടയിൽ അത്രയും സ്ട്രോങ് ആയിട്ടുണ്ട് എന്നാണ് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ഈ തഹ്ലീല് 100ാമത്തെ ദിവസത്തിന് ശേഷം ആണ്ട് എന്ന് പറയുന്നതിന് അവർ ഹൗൽ എന്നുള്ള വാക്കാണ് ഉപയോഗിക്കാറ്. അത് കുറച്ചും കൂടി ബൈത്തിൽ പുറത്തുള്ളവരെ ക്ഷണിച്ചുകൊണ്ടിട്ടുള്ള ഒരു പരിപാടിയാണ്. അതിൽ സിലത്തുർ റഹീം വരുന്നു. മറ്റു കുടുംബക്കാർ ബൈത്തിൽ പുറത്തുള്ളവരും ഈ ഹൗലിൽ പങ്കെടുക്കുന്നു. ചിലപ്പോൾ ബാലവികളല്ലാത്തവരും ഈ ഹൗലിൽ പങ്കെടുക്കുന്നു. അവിടെ അതിൻ്റെതായ കുറച്ചും കൂടി ഒരു പബ്ലിക് ആയിട്ടുള്ള ഈ വ്യത്യസ്ത വീടുകൾ ഒന്നിക്കുന്ന ഒരു പരിപാടിയായിട്ട് നടന്നു പോകുന്നു. വളരെ സ്ട്രോങ് ആയിട്ട് നടന്നു പോകുന്നതാണ്. പിന്നെ ഈ ഹൗലിൽ, പ്രത്യേകിച്ച് ഹൗലിൽ ആചരിക്കുന്ന ഒരു കാര്യമാണ് മനാത്തിബ്. അതായത് മരിച്ചുപോയ സലഫുകളെ ഓർമ്മിപ്പിക്കുന്ന മനാത്തിബുകൾ ഓതുക, റിസൈറ്റ് ചെയ്യുക എന്നുള്ളൊരു പ്രവണതയാണ്. അവിടെ ഈ ചെറിയ കുട്ടികൾ, സ്ത്രീകളാകട്ടെ പുരുഷന്മാരാകട്ടെ, ഈ ഹൗലുകളിൽ പങ്കെടുക്കുമ്പോൾ ഈ മരിച്ചുപോയ സാധാത്യങ്ങളുടെ പ്രവർത്തനങ്ങൾ, അവരുടെ കർമ്മങ്ങൾ, ഇബാദത്തുകൾ, ഇതൊക്കെ ഇങ്ങനെ വിവരിച്ചു പോകുമ്പോൾ ഇതൊക്കെ ഈ ഒരു ബൈത്തിന്റെ സ്ഥലത്തിനുള്ളിൽ കുട്ടികളും സ്ത്രീകളും ഇതൊക്കെ അവരുടെ മനസ്സിലും ഇതിലൊക്കെ ഇങ്ങനെ കയറി നിൽക്കുന്ന ഒരു കാര്യമായിട്ട് നമുക്ക് കാണാം. രണ്ടാമത്തെ തരം സിയാറയാണ് ഇത്
ഒന്നാമത്തത് അതിൽ വരുന്നത് തൽഖീന്. ഇത് അള്ളാനെ ഓർമ്മിപ്പിക്കുന്ന ഒരു സിയാറ. അതായത് തൽഖീന് വളരെ വ്യവസ്ഥാപിതമായിട്ട് വീടുകൾ ഇത് നടത്തി പോകുന്നു. അതിന് ഇപ്പം 6-7 മണിക്കൂറൊക്കെ യാത്ര ചെയ്ത് കുടുംബങ്ങൾ ഒന്നിച്ചു കൂടുന്നു. അവിടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്ർ അവരുടെ വ്യത്യസ്ത താളങ്ങളിലും രീതികളിലും അത് അവർ അനുഷ്ഠാനമായി നടത്തിക്കൊണ്ടുപോകുന്നു. ഇപ്പം വളരെ ഫേമസ് ആയിട്ടുള്ള തൽഖീനുകളൊക്കെ ഉണ്ട്. അപ്പം അതിന് വേണ്ടി പോവുക എന്നുള്ളത് വളരെ കോമൺ ആയിട്ട് ഇപ്പോഴും ഉണ്ട്. ഇപ്പം ഇന്തോനേഷ്യയിലെ ജക്കാർത്തയിലെ ക്വിത്താൻ എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ നടത്തുന്ന തൽഖീന് വളരെ സ്ട്രോങ് ആണ്. അപ്പം അതിന് പോകാൻ വേണ്ടി ആളുകൾ ഒരു കൊല്ലം മുന്നേ ഒക്കെ പ്രിപ്പയർ ചെയ്ത് നിൽക്കുക, അങ്ങനത്തെ ഇതൊക്കെ നമുക്ക് കാണാൻ പറ്റും. തൽഖീനിന് ശേഷമാണ് ഹദ്റ എന്നുള്ളത്. ഹദ്റ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഓർക്കാനുള്ള ഒരു സിയാറത്താണ്. അതിന് മൗലീദാണ് മെയിനായിട്ടുള്ളത്. മൗലീദിനപ്പുറം ഖസീദകൾ ഉണ്ടാവും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഓർമ്മ പുതുക്കുക, അദ്ദേഹത്തിൻ്റെ ബന്ധം നിലനിർത്തുക എന്നുള്ള കാര്യം, ഇതൊക്കെ വളരെ വ്യാപകമായിട്ട് ബൈത്തുകളിൽ കേന്ദ്രീകരമായിട്ട് നടന്നു പോകുന്ന ഒരു കാര്യമാണ്. പിന്നെ ഈ ബൈത്തുകൾ ഔറാദുകളുടെയും ഇബാദത്തിൻ്റെയും താലീമിൻ്റെയും സ്ഥലങ്ങളായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പം അതിൽ ഈ കാര്യങ്ങളൊക്കെ ചോദിച്ചാൽ എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ്, നമ്മുടെ ബൈത്തുകളിൽ മഗ്‌രിബിന് ശേഷം പുറത്തിറങ്ങാൻ പാടില്ല, എല്ലാവരും വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ ആവണം. എന്നിട്ട് മഗ്‌രിബിന് ശേഷം പ്രത്യേകിച്ച് സ്ത്രീകൾ നേതൃത്വം നൽകുന്ന ഔറാദുകൾ, റാത്തിബുൽ ജലീലാട്ടെ അല്ലെങ്കിൽ ഉർദുൽ ലത്തീഫ്, ഇമാം ഹദ്ദാദിൻ്റെ 2 റതീബ് ഷഹീറും ഉർദുൽ ലത്തീഫ് ഓതുക, അത് മക്കൾക്ക് ഒരു പ്രാക്ടീസ് നിലനിർത്തി പോവുക എന്നുള്ളൊരു കാര്യമാണ്. ഇവരൊക്കെ ഇതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ ഫസ്റ്റ് പറയാം. പിന്നെ പ്രത്യേകിച്ച് അധിക വീടുകളിലും വ്യാഴാഴ്ച രാത്രി അതിൻ്റെതായ മജ്‌ലിസ് ഉണ്ടാവും, അവരുടേതായ ഔറാദുകൾ ഉണ്ടാവും. വ്യത്യസ്ത കുടുംബങ്ങൾക്ക് അവരുടേതായ വ്യതിരിക്തമായിട്ടുള്ള ഔറാദും റാത്തീബും കാര്യങ്ങളൊക്കെ നിലനിന്ന് പോകുന്നുണ്ട്. റാത്തീബ് അത്താസ് ഒരർത്ഥത്തിൽ ഇന്തോനേഷ്യയിൽ വളരെ പ്രോമിനൻ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു ഇതാണ്. അന്ന് രാത്രി വീടുകളിൽ പ്രത്യേകതരം ഊതുകൾ കത്തിക്കും, പ്രത്യേകതരം ഭക്ഷണങ്ങൾ ഉണ്ടാവും, പ്രത്യേകതരം വിളക്കുകൾ ഉണ്ടാവും. ഇതൊക്കെ ഈ വളർന്നു വരുന്ന കുട്ടികളിലൊക്കെ ഇതൊക്കെ മനസ്സിൽ പതിഞ്ഞു നിൽക്കുന്ന കാര്യങ്ങളാണ് ഈ ബൈത്തിലൂടെ. പിന്നെ വരുന്ന ഔറാദിനപ്പുറം ഒരു താലീമിൻ്റെ ഒരു സ്പേസും കൂടിയായിട്ടാണ് ബൈത്തുകൾ നിലനിൽക്കുന്നത്. അത് എല്ലാ ബൈത്തുകളിലും ഇല്ല. താലീമിൻ്റെ കാര്യം പ്രത്യേകിച്ച് ചില ബൈത്തുകളിൽ മാത്രമാണ് നിലനിന്ന് പോകുന്നത്. പക്ഷെ അവിടെയും നമുക്ക് കാണാൻ പറ്റുന്നത് ഈ ബാലവി സാഹിത്യങ്ങളുടെ കിതാബുകളെ പഠിപ്പിക്കുക എന്നുള്ളത് അറ്റ്ലീസ്റ്റ് ഈ ബൈത്തുകളിലെങ്കിലും വളരെ വ്യവസ്ഥാപിതമായിട്ട് നടന്നു പോകുന്നത്. അവിടെ രസകരമായിട്ട് കാണുന്നത് ഇപ്പോൾ അവർ ചിലപ്പോൾ പഠിപ്പിക്കുന്നത് ഇമാം ഗസാലിയുടെ ഇഹ്യ ആയിരിക്കാം, അല്ലെങ്കിൽ ഇബ്നു അറബിന്റെ കിതാബുകളൊക്കെ ആയിരിക്കാം. പക്ഷെ അതൊക്കെ പഠിപ്പിക്കുന്നത് ബാലവി സാധാത്യങ്ങളുടെ ഒരു പേരിലൂടെയാണ്. ഇഹ്യ പഠിപ്പിക്കുമ്പോൾ ഫഖീഹുൽ മുഖദ്ദം ഇങ്ങനെ പറഞ്ഞു, രണ്ടാം ഫഖീഹ് ഇങ്ങനെ പറഞ്ഞു, അല്ലെങ്കിൽ ഇബ്നു അറബിന്റെ ആശയങ്ങൾ പറയുമ്പോൾ ഷെയ്ഖ് അബൂബക്കർ ബിൻ സാലിം ഇങ്ങനെ പറഞ്ഞു, ഇദ്രൂസുൽ അക്ബർ ഇങ്ങനെ പറഞ്ഞു. അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടാണ് പൊതുവെ ഇതൊക്കെ നടക്കാറുള്ളത്. പിന്നെ അവസാനത്തത് ഇത് നമുക്ക് ഇമാം ഹദ്ദാദിനും കാണാവുന്ന ഒരു ഇതാണ് റൗഹ എന്നുള്ളത്. ഇമാം ഹദ്ദാദ് ഇതിനെ ഇതാക്കുന്നത് ഒരു നഫ്സിനെ തനഫുസ്, തറവൂഹ് തനഫുസ് എന്നുള്ള ഒരു റൂഹിനെ ഫ്രീ ആക്കി വിടുക. അത് അദ്ദേഹം പറയുന്നത് ഹദ്റമൗത്ത് കരീമിൽ മാർച്ച് മാസത്തിലാണ് പൊതുവെ ആ ഒരു കാലാവസ്ഥ ഉള്ളൊരു സമയത്താണ് എല്ലാവരും പുറത്തിറങ്ങിക്കൊണ്ട് ഈ യാതകളിൽ ഏർപ്പെടുക എന്നുള്ളൊരു കാര്യം. അതും ഒരർത്ഥത്തിൽ ചില ബൈത്തുകളിൽ നമുക്ക് ഇന്ന് ഇന്തോനേഷ്യയിൽ കാണാൻ പറ്റും. ഇതിലൂടെയൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നത് ബാലവി ബൈത്തുകളിൽ അവരുടേതായ രീതിയിലുള്ള റിബാത്തുകളായിട്ട് നമുക്കിതിനെ വിലയിരുത്താൻ പറ്റും. പിന്നെ ഇത് കൂടാതെ തന്നെ സിലത്തുർ റഹിമിൽ വരുന്ന മറ്റു കാര്യങ്ങളാണ്. ഇപ്പം സാധാരണ വീടുകളിലും മുസ്ലിം വീടുകളിലൊക്കെ കാണുന്ന പോലെ അഖീഖ ഉണ്ടാവാം, അതിന് അവരുടേതായ ആചാരങ്ങൾ ഉണ്ടാവും. ഇപ്പം സക്കാഫ് കുടുംബത്തിന് അവരുടേതായ ചില അവരുടെ ഒരു വ്യത്യസ്തമാക്കുന്ന രീതിയിലുള്ള ചില ആചാരങ്ങൾ ഉണ്ടാവാം. അഖീഖ ഒരു
ഞാൻ മറന്നുപോയി, പക്ഷെ ഒരു കുട്ടിനെ പൊന്തിച്ചുകൊണ്ട് അക്കീക്ക ചെയ്യുന്ന കുട്ടിനെ പൊന്തിച്ചുകൊണ്ടിട്ടുള്ള വ്യത്യസ്ത ദുആവും ഔറാദും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിന് ചുറ്റും ബാക്കിയുള്ളവർ നിൽക്കും, അങ്ങനത്തെ ചടങ്ങുകളൊക്കെ ഉണ്ട്. പിന്നെ ഈ ബർജുഡഹ എന്ന് പറയുന്നത് ഒരു മലയ വാക്കാണ്. അത് ഒരു ബ്രോക്കർ, കല്യാണ ബ്രോക്കർ എന്നുള്ള ഒരു വാക്കായിട്ട് നമുക്ക് അതിനെ കാണാൻ പറ്റും. കല്യാണം നിലനിർത്തുന്ന രീതികളിൽ പ്രവർത്തിക്കുക, വ്യത്യസ്ത ബന്ധങ്ങൾ നിലനിർത്താൻ വേണ്ടി കുടുംബങ്ങൾ തമ്മിലുള്ള കല്യാണം വളരെ എലാബറേറ്റ് ആയിക്കൊണ്ട് അവർ ഒരു കുട്ടി ജനിച്ചാൽ തന്നെ ആ കുട്ടിയോടെ കല്യാണം കഴിക്കണം തീരുമാനിക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇപ്പോഴും വൈത്തുകളിൽ നിലനിന്ന് പോകുന്നുണ്ട്. പിന്നെയുള്ളത് സമർ എന്നുള്ള കാര്യമാണ്. കല്യാണം നടക്കുമ്പോൾ അവരുടേതായ രീതിയിൽ വ്യത്യസ്ത കബീലകൾക്ക് അവരുടെ വ്യത്യസ്ത പാട്ടുകൾ ഉണ്ടാവാം, വ്യത്യസ്ത ഡാൻസുകളുണ്ട്, അവരുടേതായ ശൈലിയിലുള്ള ഡാൻസുകൾ, ഇതൊക്കെ സമറിൽ പെടുന്നതാണ്. പിന്നെ ഇതിൽ സിലത്തുർ റഹീമിൽ നമുക്ക് ഉൾപ്പെടുത്താവുന്ന ഒരു കാര്യമാണ്. ഇത് ഇമാം ഹദ്ദാദിൽ കാണാൻ പറ്റില്ല, പക്ഷെ ഇത് ഇന്തോനേഷ്യയിൽ ഇന്ന് വളരെ വ്യാപകമായിട്ടുള്ളതാണ് അരീസാൻ. അരീസാൻ എന്ന് പറയുന്നത് നമ്മുടെ ഇന്ന് കേരളത്തിൽ നമ്മൾ പറയുന്ന കുറി സിസ്റ്റം. ഈ കുറിയിൽ കാര്യമായിട്ടും സ്ത്രീകളാണ് അതിൽ ഏർപ്പെടാറുള്ളത് ബാലവികൾക്കിടയിൽ. അതിൽ അവർ കൂടുമ്പോൾ ഈ മജ്ലസ് എന്നാണ് അതിന് പറയാ. അവിടെ അവരുടേതായ റാത്തീബ് ഉണ്ടാവും, മൗഇദ് ഉണ്ടാവും, തൗസിയ ഉണ്ടാവും. ഇതൊക്കെ സിലത്തുർ റഹീമിന്റെ ഭാഗമായിട്ട് നമുക്ക് അതിനെ കാണാൻ പറ്റും. ഇപ്പൊ ഇതുവരെ പറഞ്ഞു വന്നിട്ടുള്ള ബിർറുൽ വാലിദൈനും സിലത്തുർ റഹീമും ഇങ്ങനെ നമുക്ക് ഒരു ഫീൽഡിൽ ഇറങ്ങിയാൽ നമുക്ക് കിട്ടിയ ഈ കാര്യങ്ങളിൽ നമുക്ക് വിലായത്ത് എന്താണ് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു മാർഗമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇമാം ഹദ്ദാദും മുമ്പും വന്നിട്ടുള്ളവരുടെ കിതാബുകൾ വായിക്കുമ്പോൾ എന്തൊരു ക്ലൂ കിട്ടുന്നു എവിടെ നോക്കണം എന്നുള്ളത്. അത് നമ്മൾ എത്നോഗ്രഫിയിലൂടെ വീടുകൾ സന്ദർശിച്ച് അവരോട് സംസാരിക്കുകയും അവരുടെ കാര്യങ്ങൾ അന്വേഷിക്കുകയും ചെയ്യുമ്പോൾ ഈ രണ്ട് ബിർറുൽ വാലിദൈനും സിലത്തുർ റഹീം എങ്ങനെയാണ് പ്രാവർത്തികമാകുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കണം. അതിലൂടെ വിലായത്ത് എന്താണ് എന്നുള്ള ഒരു ക്ലൂ നമുക്ക് കിട്ടും. ഇതിൽ വരുന്നൊരു ചോദ്യം, ആരാണ് വലി? ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ബിർറുൽ വാലിദൈൻ എങ്ങനെയാണ്, സിലത്തുർ റഹീം എങ്ങനെയാണെന്ന് പറയുമ്പോഴൊക്കെ എല്ലാവരും പറയുന്നൊരു കാര്യമാണ്, ഈ ബൈത്തുകൾ നിലനിന്ന് പോകുന്നത് അവിടെ ഒരു വലിയുള്ളത് കൊണ്ടാണ്. ഒരു വലിയ നില ഔലിയാക്കൾ ഉള്ളത് കൊണ്ടാണ് ഈ ബൈത്തുകളും ഈ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളൊക്കെ നിലനിന്ന് പോകുന്നത്. അപ്പം ഈ വലി എന്താണെന്നുള്ളത് ഈ കാര്യങ്ങളൊക്കെ നടത്തി പോകുന്ന ഒരാളാണ്. കല്യാണങ്ങൾ നിശ്ചയിക്കുന്ന ആളുകളാണ്, ഔറാദുകൾ നടത്തുന്ന ആളുകളാണ്. ഈ ഹൗലും തഹ്ലീലും കാര്യങ്ങളൊക്കെ നടത്തി വളരെ കണിശതയോടെ നടത്തി പോകുമ്പോൾ അതിന് വരുന്ന ആളുകൾക്ക് ഭക്ഷണം നൽകുന്ന ആള്, പിന്നെ ഈ മനാത്തിലും കാര്യങ്ങളൊക്കെ ഓതുമ്പോൾ മുൻപോയിട്ടുള്ള സഹദീങ്ങളുടെ ഓർമ്മ നിലനിർത്തി പോകുന്ന ആളുകൾ, ഇവരൊക്കെയാണ് ഔലിയാക്കൾ. ഇത് വളരെ കണിശതയോടെ വളരെ ഒരു ഹൈറ്റൻഡ് ആയിട്ടുള്ള ഒരു ഇതിലൂടെ നടത്തി പോകുന്ന ആളുകളാണ് ഔലിയാക്കൾ എന്നുള്ളത് നമുക്ക് ഇതിലൂടെ ചോദിച്ചറിഞ്ഞ് ഇതാക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും. അതിൽ നിന്നാണ് വലി ഔലിയ വലായയിൽ നിന്ന് വിലായയിലേക്ക് ഒരു സ്റ്റെപ്പ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പൊ ഇത് എന്നിട്ട് നമ്മൾ തിരിച്ച് ഇമാം ഹദ്ദാദിന്റെ പുസ്തകത്തിലേക്ക് പോകുമ്പോൾ ഈ വലി എന്താണെന്നുള്ളതിന് അതിന്റെ കുറച്ചും കൂടി ഡീറ്റെയിൽസ് നമുക്ക് കാണാൻ പറ്റും. അതിൽ ഇമാം ഹദ്ദാദ് പറയുന്ന ഒരു കാര്യമാണ്, ഔലിയാക്കൾ ഭൂരിഭാഗവും മസ്തൂർ ആയിരിക്കണം, അല്ലെങ്കിൽ ഹിഡൻ ആയിരിക്കണം. മഷ്ഹൂർ ആയിട്ടുള്ള ഔലിയാക്കൾ മസ്തൂർ ആയിട്ടുള്ള ഔലിയാക്കളുടെ ബറക്കത്തിലാണ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് ഭൂരിഭാഗം ഔലിയാക്കളും ബൈത്തിൽ ഒതുങ്ങിക്കൊണ്ടിട്ടുള്ള പ്രവർത്തനമായിരിക്കണം. അവരാണ് മെയിനായിട്ടുള്ള ഔലിയാക്കൾ. അതിൽ ഇവർ ചെയ്യുന്ന പ്രവർത്തനത്തിലൂടെ എല്ലാവരെയും ബൈത്തിലേക്ക് പുള്ളെയ്യുക, ക്ഷണിക്കുക. അതായത് ദഅവ പുറത്തിറങ്ങി ചെയ്യുന്നതിന് പകരം എല്ലാവരെയും ബൈത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ള ഒരു പ്രവർത്തനമാണ് ഔലിയാക്കൾ, ബാലവി ഔലിയാക്കൾ ചെയ്യുന്നത്. ഇപ്പൊ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് സ്ത്രീകളാണ് ഒരർത്ഥത്തിൽ ഭൂരിഭാഗം ഔലിയാക്കൾ. അപ്പൊ അതിന് നമുക്ക് അന്വേഷിക്കുമ്പോഴും ഇന്നും മസ്തൂറായിട്ടുള്ള ഔലിയാക്കളെ പേരുകൾ ചോദിക്കുമ്പോൾ ഭൂരിഭാഗവും സ്ത്രീകളുടെ പേരാണ് പറയുന്നത്. ഇപ്പം ഈ അടുത്ത് മരണപ്പെട്ടിട്ടുള്ള ഒരു 15 കൊല്ലം മുന്നേ മരണപ്പെട്ടിട്ടുള്ള ഒരു സ്ത്രീയാണ് പൊതുവെ ആ ഒരർത്ഥത്തിൽ എല്ലാവരും അന്വേഷിക്കാറുള്ളത്. ബോണ്ടോസോ ഈസ്റ്റ് ജാവയിലുള്ള
ഹബാബ സഹ്റ അൽ മുഹദാർ എന്ന് പറയുന്ന സ്ത്രീയാണ് അധികം ആളുകളും എടുത്തു പറയാറുള്ളത്. അത് ആളുകളായിട്ട് അധികം സന്ദർഭങ്ങളൊന്നും ഇല്ലാത്ത വളരെ മസ്തൂറായി കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു സ്ത്രീയായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പൊ അവരുടെ കഥകൾ എന്തൊക്കെയാണെന്ന് ചോദിക്കുമ്പോൾ വളരെ നമുക്ക് ഇങ്ങനത്തെ കാര്യങ്ങളിൽ ഊന്നി നിൽക്കുന്ന ഒരു സ്ത്രീയായിട്ടാണ് നമുക്ക് കാണാം. അപ്പൊ ഇനി രണ്ട് കഥകൾ ഞാൻ പറയാം. ഒന്ന്, ഈ ഈസ്റ്റ് ജാവയിൽ നിന്ന് ജക്കാർത്തയിലേക്ക് യാത്ര ചെയ്യുകയായിരുന്നു ഒരു പ്രാവശ്യം അദ്ദേഹത്തിന്റെ പെങ്ങളെ കാണാൻ വേണ്ടി. ഇതൊരു ഏകദേശം 8 മണിക്കൂർ യാത്ര ചെയ്യണം. അപ്പൊ പോകുന്ന വഴിക്ക് ബൊഗോർ എന്നുള്ള സ്ഥലത്ത് അദ്ദേഹം റെസ്റ്റിന് വേണ്ടി അദ്ദേഹത്തിന്റെ കുടുംബത്തിലുള്ള ഒരു വീട്ടിൽ ഇറങ്ങുകയാണ്. അപ്പൊ അവിടെയുള്ള ആളുകൾ അവർക്ക് ഭക്ഷണവും കഹവും ഒക്കെ നൽകട്ടെ ഓഫർ ചെയ്തപ്പം അവർ പറഞ്ഞു, എനിക്ക് ഞാൻ എൻ്റെ പെങ്ങളെ വീട്ടിലെത്തിയിട്ട് ഭക്ഷണം കുടിച്ചോളും, കാരണം അവർക്കാണ് ഇതിൻ്റെ സവാബ് കിട്ടേണ്ടത്. ഈ ഒരു എക്സാം വളരെ സിമ്പിളായിട്ട് നമുക്ക് തോന്നുമെങ്കിലും ഇതിലൂടെ അവർ പറഞ്ഞു വരുന്നത് ആ കാര്യങ്ങളൊക്കെയാണ് ഇവരുടെ മനസ്സിലുള്ളത്. ആർക്കൊക്കെയാണ് എൻ്റെ കർമ്മത്തിലൂടെ സവാബ് കിട്ടേണ്ടത്, ആരൊക്കെയാണ് ഞാൻ ബന്ധങ്ങൾ നിലനിർത്തേണ്ടത്, ആർക്കൊക്കെയാണ് ഞാൻ കത്തഴിക്കേണ്ടത്, ആർക്കൊക്കെയാണ് ഞാൻ ഭക്ഷണങ്ങൾ, അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ മുഴുകിയിട്ടുള്ളൊരു സ്ത്രീയായിട്ടാണ് ബാബ സഹ്റ. രണ്ടാമത്തെ ഒരു കഥ എപ്പോഴും പറയാറുള്ളത്, ബാബ സഹ്റ എപ്പോഴും ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ ആ ഒരു പലഹാരം ഉണ്ടാക്കുകയാണെങ്കിൽ അതാരാണ് പഠിപ്പിച്ചു തന്നത് അവർക്ക് വേണ്ടി ഫാത്തിഹയും അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടും മാത്രമാണ് ആ ഒരു പലഹാരം ഉണ്ടാക്കുക. ഇങ്ങനത്തെ കാര്യങ്ങളാണ് ഇവരെ കുറിച്ചിട്ടുള്ള, ഇവരെ വലായത്ത് എന്താണെന്ന് ചോദിക്കുമ്പോൾ ഇതൊക്കെയാണ് പറയുന്നത്. പിന്നെ ഇത് ഈ ഭക്ഷണം പലഹാരങ്ങൾ സ്ത്രീകളിൽ മാത്രം ഒതുങ്ങുന്നതല്ല. രണ്ടാമത്തെ ഒരു കഥയാണ് അബേബ് എന്ന് പറയുന്ന, ഞാൻ പേര് പറയുന്നത് ഇപ്പോഴും ജീവിച്ചിരിപ്പുള്ള ഒരു വ്യക്തിയാണ്. അബേബ് എന്നാണ് അദ്ദേഹത്തെ എല്ലാവരും വിളിക്കാറുള്ളത്. ജക്കാർത്തയിലുള്ളൊരു സയ്യിദാണ്. അദ്ദേഹത്തിന്റെ വീട്ടിൽ എല്ലാ ദിവസവും മജ്ലിസാണ്. എല്ലാ ദിവസവും ആളുകൾ വന്ന് ഭക്ഷണം കഴിക്കുകയാണ്. അത് അദ്ദേഹം തന്നെയാണ് ഭക്ഷണം ഉണ്ടാക്കുന്നത്. പക്ഷെ ഞാൻ 2 പ്രാവശ്യം അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി കഴിക്കാനുള്ള ഭാഗ്യമുണ്ട്. അപ്പോൾ 2 പ്രാവശ്യം അദ്ദേഹം പറഞ്ഞൊരു കാര്യം, വരുന്നതിന് മുന്നേ അറിയിക്കണം, തലേന്ന് അറിയിക്കണം, അത് മാത്രം കണ്ടീഷൻ. അപ്പം അതെന്താന്ന് ചോദിച്ചാൽ അദ്ദേഹം പറഞ്ഞത്, ഞാൻ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ ഈ ഭക്ഷണം നൽകുന്ന ആൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചിട്ട് മാത്രമേ അത് ഉണ്ടാക്കുകയുള്ളൂ. അത് പ്രാർത്ഥിച്ചില്ലെങ്കിൽ ഞാൻ അദ്ദേഹത്തിന് കൊടുക്കാൻ മടിയാണ്. ഞാൻ ഉണ്ടാക്കിയ ഭക്ഷണം കാരണം അദ്ദേഹത്തിന് എന്തെങ്കിലും വരണ്ടെന്നുള്ള രീതിയിലാണ് ഞാൻ കൊടുക്കാറ്. അതുകൊണ്ട് തലേന്ന് തന്നെ പറയണം വരുന്നുണ്ടെങ്കിൽ. ഇത് ഇന്നും ഏകദേശം എല്ലാ ദിവസവും ആ വീട്ടിൽ എപ്പോഴും മജ്ലിസ് നടക്കുന്നതാണ്. ആളുകൾ വന്ന് ഭക്ഷണം കഴിക്കുക, സംഭാഷണത്തിൽ ഏർപ്പെടുക, കാര്യങ്ങളൊക്കെ ചെയ്യുക. പക്ഷെ ഇതൊക്കെ അദ്ദേഹത്തിന്റെ വലായത്തിനെയാണ് ബാക്കിയുള്ള ആളുകൾ ഇത് അടയാളപ്പെടുത്തുന്നത്. ഈ ഇങ്ങനത്തെ കാര്യങ്ങളിൽ നമ്മൾ തിരിച്ചിനി ഇതൊക്കെ അറിഞ്ഞതുകൊണ്ട് തിരിച്ച് നമ്മൾ കിതാബുകളിലേക്ക് പോകുമ്പോൾ, ഇപ്പം എക്തുലിയാവീത്താവട്ടെ, ഇമാം ഹദ്ദാദിന്റെ തസ്ബീത്തുൽ ഫുആദാവട്ടെ, ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് തിരിച്ച് ആ കിതാബുകൾ നമ്മൾ വായിക്കുമ്പോഴാണ് ഇവരൊക്കെ എപ്പോഴും പറയുന്ന ഒരു വാചകമായിട്ടുള്ള ഇന്തിസാബ് എന്താണെന്ന് മനസ്സിലാക്കുക. ഇവരെ വർക്കുകളിൽ എപ്പോഴും കാണുന്ന ഒരു വാക്കാണ് ഇന്തിസാബ്. നമ്മൾ ആദ്യം വായിക്കുമ്പോൾ വിചാരിക്കും നസബിനെ നിലനിർത്തുക എന്നുള്ളൊരു കാര്യമാണ് ഇന്തിസാബ്. പക്ഷെ ഇന്തിസാബ് ഇങ്ങനത്തെ കാര്യങ്ങളാണ്, അത് വളരെ കണിശതയോടെ വളരെ കമ്മിറ്റ്മെന്റോടെ ചെയ്യുന്ന ആളുകളാണ് ഔലിയാക്കൾ. ഈ ഔലിയാക്കൾ നിലനിർത്തി പോകുന്ന ബൈത്താണ് ബാലവി ബൈത്ത്. അതിലൂടെ പൊന്തി വരുന്ന ഒരു പ്രത്യേക തരം ദാവ, ആളുകളെ ബൈത്തിലേക്ക് ക്ഷണിക്കുന്ന ഒരു രീതിയായിട്ടുള്ള ഒരു ദാവയാണ് ബാലവി ദാവ. അതാണ് തരീഖ അലവിയയുടെ ഉദ്ദേശം. ആണ് ഇങ്ങനത്തെ ഒരു ഇതൊക്കെ പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ ഒരു പഠനം അവസാനിക്കുന്നത്. സമയം ഇനി ഇത്ര ഉണ്ടോന്ന് അറിയില്ല. ഇപ്പൊ നമ്മുടെ പഠനം ഇത് പറഞ്ഞതോടെ ഈ പഠനത്തിലൂടെ ഇനി എന്തെല്ലാം സാധ്യതകളുണ്ട്, ഈ പഠനം നമ്മൾ പുതിയ വഴികൾ തുറക്കുകയാണ് ഉദ്ദേശിക്കുന്നത്. അതിന് ഇനി വേറെ എന്തൊക്കെ ഉണ്ട് എന്നുള്ളത് സമയമുണ്ടോ? അപ്പം ആദ്യമായിട്ട് നമ്മൾ മുന്നോട്ട് വെക്കുന്ന ഒരു കാര്യമാണ് ബാലവികളെ കുറിച്ചിട്ടുള്ള ഇംഗ്ലീഷ് അക്കാദമിക പഠനങ്ങൾ. അറ്റ്ലീസ്റ്റ് ഇംഗ്ലീഷ് അക്കാദമിക പഠനങ്ങളിൽ ഒരു പ്രവണത നമ്മൾ കാണാറുള്ളത്, ഇവര് കൊളോണിയൽ ഡോക്യുമെന്റ് ആണ് മെയിനായിട്ട് ആസ്പദമാക്കുന്നത്. ബാലവിയുടെ ചരിത്രം പറയാൻ ബ്രിട്ടീഷ് റെക്കോർഡുകളാകട്ടെ, ഡച്ച് റെക്കോർഡുകളാകട്ടെ, അതിലൂടെയാണ് ഭൂരിഭാഗം പഠനങ്ങളും ബാലവികളുടെ ചരിത്രം പറഞ്ഞു പോകുന്നത്. അതിന് മറുപടിയായി കൊണ്ടാണ് നമ്മൾ ഇവരുടെ കിതാബുകൾ എടുത്തു നോക്കുകയാണെങ്കിൽ
ചരിത്രത്തെ വേറൊരു രീതിയിൽ നമുക്ക് വിശകലനം ചെയ്യാം. എന്തുകൊണ്ട് പാരായണം ചെയ്യും? ഇപ്പൊ മമ്പ്രന്നങ്ങള് കേരളത്തിലേക്ക് വരാനുള്ള ഒരു കാരണമായിട്ട് പറയുന്നത്, പൊതുവെ പറയപ്പെടാറുള്ളത് സയ്യിദ് ഹസൻ ജിഫ്രി തങ്ങളുടെ മകളെ കല്യാണം കഴിക്കുക. അപ്പൊ അവിടെ നമുക്ക് അത് ബൈത്ത് നിലനിർത്തുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടെയാണ് ആ ഒരു പാരായണം നടക്കുന്നത്, അങ്ങനെ മനസ്സിലാക്കാൻ പറ്റും. അതൊന്നും നമ്മൾ കൊളോണിയൽ റെക്കോർഡുകൾ വായിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. നേരെ മറിച്ച് ഇവരുടെ കിതാബുകൾ വായിക്കുകയാണെങ്കിൽ നമുക്ക് എന്തിന് ഇവർ പാരായണം ചെയ്യുന്നുള്ള ഒരു വേറൊരു കാരണം നമുക്ക് കണ്ടെത്താൻ പറ്റും. രണ്ടാമത്തത്, പ്രത്യേകിച്ച് വിലായത്തിന്റെ പഠനങ്ങൾ നമ്മൾ നോക്കുമ്പോൾ ഇതൊക്കെ എപ്പോഴും നമ്മൾ കാണുന്ന ഒരു കാര്യമാണ്. ഇതിനെ ട്രാൻസ്ലേറ്റ് ചെയ്യുക എന്നുള്ളൊരു ഉദ്ദേശമാണ്. അത് സോവറിറ്റി ആട്ടെ, സാങ്ക്ടിറ്റി, അങ്ങനത്തെ വാക്കുകളിലൂടെ അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ശ്രമിക്കുക എന്നാണ്. നേരെ മറിച്ച് നമ്മുടെ പഠനം ഉന്നയിക്കുന്ന ഒരു ഭാഗമാണ് ട്രാൻസ്ലേഷനെക്കാളും നല്ലത് ഒരു എത്നോഗ്രഫി, അത് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിക്കുക. അത് വാക്കുകളിൽ ഒതുക്കാതെ എങ്ങനെയൊക്കെ അത് പ്രാവർത്തികമാകുന്നു എന്നുള്ളൊരു സാധ്യതയും നമ്മുടെ ഒരു പഠനം മുന്നോട്ട് വെക്കുന്നുണ്ട്. പിന്നെ ഈ പഠനത്തിലൂടെ നമ്മൾ ഇനിയും പഠനങ്ങൾ ആവശ്യമുണ്ട് എന്ന് പറയുന്ന ഒരു കാര്യമാണ്. ഇമാം ഹദ്ദാദിനെ എപ്പോഴും മുജദ്ദിദായിട്ട് കണക്കാക്കപ്പെടാറുണ്ട്. പക്ഷെ അദ്ദേഹത്തിന്റെ തജ്ദീദ് ഏത് അർത്ഥത്തിലാണ് പ്രാവർത്തികമായിട്ടുള്ളത് എന്നുള്ളത് ഇപ്പോഴും ഇനിയും കുറെ പഠനങ്ങൾ ആവശ്യമാണ്. അപ്പോൾ ഈ ഒരു ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇമാം ഹദ്ദാദിന്റെ ഒരു 50ഓ 70ഓ കൊല്ലത്തിന് മുന്നേ ഇന്ത്യൻ ഭൂഖണ്ഡത്തിൽ വേറൊരു മുജദ്ദിദായിട്ട് പൊതുവെ പറയപ്പെടാറുള്ളത് അഹമ്മദ് സർഹിന്ദിയാണ്. അഹമ്മദ് സർഹിന്ദിയുടെ ആശയങ്ങൾ നമ്മൾ വായിക്കുകയാണെങ്കിൽ അദ്ദേഹം ഒരർത്ഥത്തിൽ വിലായത്തിനെയും നുബൂവത്തിനെയും വേർതിരിക്കുന്ന ഒരു പ്രവണതയാണ് കാണുന്നത്. അതായത് നുബൂവത്താണ് ജനങ്ങൾക്കുള്ള ഏറ്റവും ഷുവർ ആയിട്ടുള്ള ഒരു തരീഖ നുബൂവ ആണ് ജനങ്ങൾക്കുള്ളത്. തരീഖായ വിലായ എന്ന് പറയുന്ന സംഭവം വളരെ ഖാസ് ആയിട്ടുള്ള, എന്നാൽ ആ ഖാസുകൾക്കും ഒരു ഗ്യാരണ്ടിയും ഇല്ല, അത് ചിലപ്പോൾ പ്രശ്നങ്ങളാണ് ഉണ്ടാക്കുക എന്നുള്ളൊരു പ്രവണതയാണ് നമുക്ക് അഹമ്മദ് സർഹിന്ദിന്റെ തജ്ദീദിൽ നമുക്ക് കാണാൻ പറ്റും. പക്ഷെ നേരെ മറിച്ച് ഇമാം ഹദ്ദാദിന്റെ കിതാബുകൾ നമ്മൾ ഓതുകയാണെങ്കിൽ ഇമാം ഹദ്ദാദ് ഇത് രണ്ടിനെയും ബന്ധിപ്പിക്കുന്ന രീതിയാണ് കാണുന്നത്. വലായത്തിനെയും നുബൂവത്തിനെയും ബന്ധിപ്പിക്കുന്നത്, അത് ബൈത്തിലൂടെ, അഹ്ലു ബൈത്തിലൂടെ ബന്ധിപ്പിക്കുന്ന കാര്യമാണ് അദ്ദേഹത്തിന്റെ തജ്ദീദിൽ നമുക്ക് കാണുന്നത്. അതിനെക്കുറിച്ച് ഇനിയും കുറെ പഠനങ്ങൾ വരാനുണ്ട്. ഇപ്പോൾ ഇമാം ഹദ്ദാദിനെ തന്നെ ഒരർത്ഥത്തിൽ വിമർശിക്കുക എന്നല്ല, അദ്ദേഹത്തിന്റെ തജ്ദീദിൽ ചില പോരായ്മകൾ ഉണ്ട് എന്നുള്ളത് ഇന്നും ചില ബാലകൾക്കിടയിൽ അങ്ങനത്തെ വർക്കുകളൊക്കെ നമുക്ക് കാണാൻ പറ്റും. അദ്ദേഹം തസവൂഫിന്റെ ആഴത്തിലുള്ള വശങ്ങളെയൊക്കെ സൈഡാക്കുമ്പോൾ അത് എങ്ങനെ സമൂഹത്തെ ബാധിക്കുന്നു എന്നുള്ള കാര്യം ചില വർക്കുകളിലൊക്കെ നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഇത് കൂടാതെ തന്നെ ഈ ബാലവികൾക്കിടയിൽ വ്യത്യസ്ത വാക്കുകൾക്ക് അതിൻ്റെതായ അർത്ഥങ്ങൾ, മാനങ്ങൾ ഉണ്ട് എന്നുള്ളത് നമുക്ക് ഈ കിതാബുകൾ വായിക്കുമ്പോൾ അവരുടെ പ്രവർത്തനങ്ങളിലും വാക്കുകളിലും പ്രയോഗങ്ങളിലും നമുക്ക് കാണാൻ പറ്റും. അതിൽ ഒന്നാണ് കറാമ. എന്താണ് കറാമത്ത്? ഈ ഔലിയാക്കൾ ഈ ബന്ധം നിലനിർത്തുന്ന ഇന്തിസാബ് എന്നുള്ളൊരു സംഭവം നിലനിർത്തുന്നതിനാണ് കറാമത്തായിട്ട് അവർ പൊതുവെ പറയാറുള്ളത്. അത് മാജിദ് ബില്ലി, എന്താ പറയാ, മല ചുമക്കുക, ഇതാക്കുക, മറ്റേ കാര്യങ്ങളൊന്നുമല്ല. വളരെ സിമ്പിളായിട്ടുള്ള ബൈത്തിനെ നിലനിർത്തി പോകുന്ന കാര്യങ്ങളെ ആണ് കറാമത്തായിട്ട് അവർ പൊതുവെ പറയാറുള്ളത്. പിന്നെ സുന്ന എന്താണെന്നുള്ളത്, സലഫ് ആരാണെന്നുള്ളത്, ഇതൊക്കെ വളരെ അവർക്ക് ബാലവികൾക്കിടയിൽ അവരുടേതായ ആശയങ്ങളും മാനങ്ങളും നമുക്ക് കാണാൻ പറ്റും. ഇതിലും ഇനിയും കുറെ പഠനങ്ങൾ വരാനുണ്ട്. പിന്നെ അവസാനം ഇതിൻ്റെ ഒരു ഫീൽഡ്, പ്രത്യേകിച്ച് ഞാൻ എക്കണോമിക്സ് അല്ല, ഞാൻ എൻ്റെ PhD ആന്ത്രോപോളജിയിലായിരുന്നു. അപ്പോൾ അതിൽ ഇന്നൊരു വലിയൊരു ട്രെൻഡാണ് ഡയസ്പോറ മൈഗ്രേഷൻ എന്നുള്ളൊരു സംഭവം. എല്ലാവരും പഠിക്കുന്ന ഒരു കാര്യമാണ്. അപ്പം അതിൽ കച്ചവട കാരണങ്ങൾ, പൊളിറ്റിക്കൽ കാരണങ്ങൾ, മറ്റതൊക്കെ പറയുന്നു. പക്ഷെ ബാലവികളുടെ പാരായണങ്ങളെ അവരുടെ ഒരു പ്രത്യേക കാരണം ഇതുവരെ പഠിച്ചതായിട്ട് നമ്മൾ കാണുന്നില്ല. അതായത് ഇസ്ലാമിനെ തന്നെ നിലനിർത്തുക എന്നുള്ളൊരു കാരണത്തിന് വേണ്ടിയിട്ടാണ് പാരായണം ചെയ്യുന്നത്. ബൈത്ത് നിലനിർത്തുക, അതിലൂടെ ഇസ്ലാമിനെ ബൈത്തിൻ്റെ ഉള്ളിൽ സംരക്ഷിക്കുക എന്നുള്ളൊരു കാര്യത്തിന് വേണ്ടി പാരായണം ചെയ്യുക. ഇതൊക്കെ ഇനിയും കുറെ പഠന സാധ്യതകൾ ഉള്ളതാണ്. അതോളം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നമ്മൾ ഡിസ്കഷനിലേക്ക് പോകണം. അതിനു മുമ്പ് നമ്മുടെ സംഗമത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കാൻ വേണ്ടിയിട്ട്
ആണല്ലേ? അത് ഡിസ്കഷൻ സമയമാണ്. സംശയങ്ങളൊക്കെ ചോദിക്കുന്നത്. പിന്നെ ആദ്യം ഒരു ജപ്തി ചോദിക്കുകയാണ്. കേരളത്തെ കുറിച്ചുള്ള പശ്ചാത്തലം ഞാൻ പഠിച്ചിട്ടില്ല. പഠിക്കാൻ ആഗ്രഹമുള്ളത് കൊണ്ടാണ് ഇതിവിടെ അവതരിപ്പിക്കുന്നത്. ഞാൻ എൻ്റെ ഇപ്പോഴത്തെ വീട് വളപട്ടണമാണ്. ഞാൻ ജനിച്ചു വളർന്നൊക്കെ ജിദ്ദയിലാണ്. ബാലവി സാധാത്യങ്ങളുടെ ഇടയിലാണ് ഞാൻ ജനിച്ചൊക്കെ വളർന്നത്. പക്ഷേ നാട്ടിനെ കുറിച്ച് പഠിക്കാൻ കിട്ടിയിട്ടില്ല. ഇത് ഇന്തോനേഷ്യയിൽ 6 മാസത്തെ ഒരു ഫെലോഷിപ്പ് കിട്ടിയാലോ അത് പഠിക്കാനുള്ള ഒരു സാധ്യത കിട്ടി. എൻ്റെ കൂടെ എൻ്റെ നിൽക്കാനുള്ള എൻ്റെ ഒരു സുഹൃത്തും ഉണ്ടായത് കൊണ്ടാണ് ഇതൊക്കെ ഇത്ര ആഴത്തിൽ 2 കൊല്ലത്തെ ഒരു ടൈം എടുത്തുകൊണ്ട് പഠിക്കാൻ പറ്റിയത്. കേരളത്തെ പശ്ചാത്തലം, പ്രത്യേകിച്ച് മലബാറിലെ പശ്ചാത്തലം എനിക്ക് തീരെ ധാരണയില്ല. അപ്പോൾ ആ ചോദ്യങ്ങൾ ഇവിടെ ഉത്തരം പറയാൻ വേറെ ആളുകളുണ്ട് എന്ന് ആദ്യം തന്നെ പറഞ്ഞുകൊണ്ട് ചർച്ചയ്ക്ക് ഞാൻ ഓപ്പൺ ചെയ്യും. അസ്സലാമു അലൈക്കും. ഇന്നലെ ഇതുവരെ നാം കേട്ട ചർച്ചയിൽ നിന്നും മനസ്സിലായ കാര്യങ്ങൾ ഇന്ന് കേരളത്തിലെ ഒട്ടുമിക്ക ബാലവി സാദാത്യങ്ങളും നിലനിർത്തിപ്പോരുന്ന സമ്പ്രദായം തന്നെയാണെന്ന് മനസ്സിലാകുന്നത്. ഇവിടെ സംസാരിച്ച ഇൻസാബ് അതുപോലെ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ ഇതെല്ലാം ഇന്നും ബാലവി കുടുംബങ്ങളിൽ പലയിടങ്ങളിലും നിലനിൽക്കുന്നുണ്ട്. ഇതിന് വ്യത്യസ്ത പേരുകൾ, വലിയ വ്യത്യസ്ത സ്വഭാവം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാവുന്നത് ഇത് ആഗോളതലത്തിൽ തന്നെ ഇത്തരം സ്വഭാവം നിലനിന്ന് പോരുന്നു. ഇതിനൊരു ഏകീകൃത രൂപമുണ്ട്, അടിസ്ഥാനമുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഇന്തോനേഷ്യയിലെ ആസിയ പ്രോജക്ട് അവിടെ നിന്ന് പോയിട്ടുണ്ടോ അറിയില്ല. ഞങ്ങൾ തിരുവനന്തപുരം അവിടെ നിന്ന് വന്നാണ്. 2014 സെയ്ദ് മുഹമ്മദ് ഗോഡങ്ങളുടെ നേതൃത്വത്തിൽ ഞങ്ങൾ 35 ആളുകളാണ് സന്ദർശിച്ചിരുന്നത്. സുനാമി ഉണ്ടായി, അവിടെ കുറെ നാശനഷ്ടങ്ങൾ ഉണ്ടായി. അവിടെ തെരീക്കത്തിന്റെ അതുപോലെ തന്നെ ഇതിന്റെയൊക്കെ കേന്ദ്രമായിരുന്നു. മദീന കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കേന്ദ്രമായിരുന്നു. മാലിക് ഇമാം വരെ അവിടെ പോയി വിഭാഗത്തിൽ കൂടിയിട്ടുണ്ട് എന്നുള്ളത് ചരിത്രത്തിൽ കാണുന്നുണ്ട്. പക്ഷെ അവിടെ ചൈനക്കാരുടെ ആധിപത്യം കൂടിയതിന് ശേഷം അവിടെ ഇസ്ലാമിക ചൈതന്യം പോവുകയും അതിന്റെ ഭാഗമായിട്ടാണ് സുനാമി ഉണ്ടായതെന്ന് അവിടുത്തെ പണ്ഡിതന്മാർ അടക്കം വിശ്വസിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഞങ്ങളുടെ പിതാമഹൻ അവിടെ വന്ന് ഞങ്ങൾ അതിനെക്കുറിച്ച് റിസർച്ച് ചെയ്തു. തുടർന്ന് യാത്ര എടുത്ത് അവിടെ കുറെ കാണുന്നുണ്ട്. പല മലയാള പദങ്ങളിലും അവിടുത്തെ പദങ്ങളുമായി ഭയങ്കര സാമ്യമുണ്ട്. ഇപ്പൊ പാപ്പ, മാമ ഇങ്ങനെയുള്ള ഉപയോഗിക്കുന്ന പദങ്ങളൊക്കെ ഇന്തോനേഷ്യയിൽ ഉപയോഗിക്കുന്നുണ്ട്. ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾക്ക് അവിടുന്ന് ഞങ്ങളെ ചരിത്രവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ എന്നുള്ള. സെയ്ദ് അബ്ദുറഹ്മാൻ അച്ചി എന്നാണ് അവിടുത്തെ ഒരു സുൽത്താന്റെ പാർട്ടായിരുന്നു. അവിടെ ഒരു മുനിയർ ഖാദിരി ആയിരുന്നു രാജാവായിരുന്നു, സുൽത്താനായിട്ടുണ്ടായിരുന്നു, അതിന്റെ ഭാഗമായിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് മലബാറിലേക്ക് പോകുന്ന ചരിത്രം എന്തെങ്കിലും നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ എന്നുള്ളതാണ്. ഞാൻ അച്ചയിൽ 2-3 പ്രാവശ്യം പോയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഒരു സാഹചര്യം ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത്, അവിടെയുള്ള സാദാത്യങ്ങൾക്ക് ഒരു കോളനി ഉണ്ട്, ചെറിയൊരു കോളനി ഉണ്ട് അവിടെ, സാദാത്ത് കോളനി എന്ന് പറയുന്നൊരു സംഭവം. അവർക്ക് പ്രോപ്പറായിട്ടുള്ള സനതോ കാര്യങ്ങളോ ഇല്ല. അപ്പോൾ അത് ആദ്യത്തെ പ്രാവശ്യം പോയാലും അവരെന്നെ പറയുന്നൊരു കാര്യമാണ്, നമ്മൾ സയ്യിദാണെന്ന് അറിയാം, ബാലവി ആണോ എന്ന് തന്നെ നമുക്ക് സംശയമുണ്ട് എന്നുള്ളൊരു കാര്യമാണ് അവർ തുറന്നു പറയുന്നത്. അപ്പോൾ ഞാൻ തിരിച്ച് നമ്മൾ ജാവയിലേക്ക് പോയി അവിടെ അന്വേഷണങ്ങളൊക്കെ ചെയ്തു. രണ്ടാമതും പോയി അന്വേഷിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് ജാവയിൽ നിന്നുള്ള വിവരങ്ങൾ നമുക്ക് കിട്ടുന്നത്, ബാലവി സാദാത്യങ്ങൾ, പുതിയതായി വന്നിട്ടുള്ള ബാലവി സാദാത്യങ്ങൾ ആരും അച്ചയിൽ സെറ്റിൽ ചെയ്തിട്ടില്ല. അച്ചയിൽ പോയിട്ടുണ്ട്, പ്രത്യേകിച്ച് ഒരു കപ്പൽ സമ്പ്രദായമുള്ള ഒരു കാലത്ത് എല്ലാവരും അച്ചയിൽ പോയിട്ടാണ് എല്ലായിടത്തും പോകുന്നത്. അത് ശരി തന്നെയാണ്. പക്ഷെ അവിടെ സെറ്റിൽ ചെയ്തതായിട്ട് രേഖകളോ കാര്യങ്ങളോ ഇന്നത്തെ അവിടെയുള്ള ഇന്തോനേഷ്യയിലുള്ള ബാലവി സാദാത്യങ്ങൾക്കില്ല. അതിനെക്കുറിച്ച്
ചരിത്രം പറയുമ്പോൾ പൊതുവെ ജമല്ലയിൽ അച്ചയിൽ നിന്ന് ഇവിടെ കേരളത്തിൽ കടലുണ്ടി എന്ന് ഞാൻ വിശ്വസിക്കുന്നു, അവിടെ വന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പക്ഷെ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ ജാവയിൽ, ജാവ എന്ന് പറയുന്ന വേറൊരു ഐലൻഡാണ്, ജാവയിലാണ് ഏറ്റവും കൂടുതൽ ബാലവി സാദാത്യങ്ങളിൽ നിന്നുള്ളത്. അപ്പൊ അവിടെ ഒക്കെ മുന്നേ സെറ്റിൽ ചെയ്ത ആളുകളൊക്കെ ജാവയിലേക്ക് വന്നിട്ടുണ്ട്. ഇന്നിപ്പോൾ അച്ചയിലുള്ളത്, പ്രത്യേകിച്ച് അവിടെ ഒരു സുനാമി വരുന്നവരെ ഒരു കശ്മീരിന്റെ ഒരു പശ്ചാത്തലമായിരുന്നു, ഒരു റിബൽ ഗ്രൂപ്പിന്റെ കീഴിലൊക്കെ ഉള്ളത് കൊണ്ട് അവിടെ കുറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് അധികം ആളുകളും അവിടുന്ന് നീങ്ങിപ്പോയി. കുറേയൊക്കെ മലേഷ്യയിലേക്ക് പോയി, കുറേയൊക്കെ ജാവയിലേക്ക് വന്നു, ചിലരൊക്കെ സൗത്ത് സുമാത്ര, പലിംബാങ് ആ ഭാഗങ്ങളിലൊക്കെ ആയി സെറ്റിൽ ചെയ്തു. അച്ചയിൽ ഇന്ന് നമ്മൾ അന്വേഷിച്ചിട്ട് ബാലവി സാദാത്യങ്ങളുടെ ഒരു പരമ്പര നമുക്ക് കിട്ടിയിട്ടില്ല. മുന്നേ ചരിത്രത്തിൽ നമുക്കത് കാണാൻ പറ്റുന്നുണ്ട്, പക്ഷെ ഇന്ന് ആരും കാണുന്നില്ല. നിങ്ങൾക്ക് പിന്നെയും ജാവയിലേക്ക് പോയാലാണ് ആ ബന്ധങ്ങൾ കുറച്ചും കൂടിയും കാണാൻ പറ്റുന്നത്. മുഗൾ അതായത് പിന്നെ നോൺ പിന്നെ ഹദറമി ഫാമിലി പിന്നെ ഉമ്മാക്കുണ്ടായ കുട്ടികളെ തെറിപ്പിക്കുന്ന കാര്യം പറഞ്ഞല്ലോ. അപ്പം ഇത് തുടങ്ങുമ്പോൾ തന്നെ എല്ലാവരും മൊബൈൽ പിന്നെ പിന്നെ സ്ത്രീകൾ ഒന്നുമില്ലല്ലോ, വന്നിട്ടില്ല. അപ്പൊ എല്ലാവരും മൊബൈലിൽ തന്നെയല്ലേ? അതെ, ശരിയാണ്. പിന്നെ പിന്നെ അങ്ങനെ പ്രത്യേകമായിട്ട് അതൊരു ചർച്ച വരാൻ കാരണം അതിന് ഞാനും ഫസ്റ്റ് ചോദിച്ചൊരു കാര്യം, സ്ത്രീകൾ പാരായണം ചെയ്തിട്ടില്ലെങ്കിൽ ആദ്യത്തെ തലമുറ മുതൽ തന്നെ മൗലവികളുണ്ട്. പക്ഷെ അവര് പറയുന്നത് 1900 വരെ ഇവരൊക്കെ കല്യാണം കഴിക്കാൻ ആളുകൾ വ്യാപകമായിട്ട് ഹദ്രമൗത്തിൽ നിന്ന് വരുന്നുണ്ട്. അപ്പൊ ആ കല്യാണത്തിലൂടെ ആ ഒരു പരമ്പര ബൈത്തിന്റെ ഉള്ളിൽ നിലനിന്ന് പോകുന്നുണ്ട്. 1890-കൾക്ക് ശേഷം ആ പാലായനത്തിൽ വളരെ കുറവ് ഉണ്ട്. ഒരു 1950 വരെ ഒക്കെ ഉണ്ടെങ്കിലും അതിൽ കുറെ പ്രശ്നങ്ങൾ വരുന്നുണ്ട്. പ്രത്യേകിച്ച് ആ ഒരു സമയത്താണ് കഫാത്തിന്റെ ഇഷ്യൂവും മറ്റേ കാര്യങ്ങളൊക്കെ പൊന്തി വരുന്നത്. അതോടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജമിയത്ത് ഖൈർ എന്നുള്ള ഒരു സ്ഥാപനം അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് ഈ മൗലദായിട്ടുള്ള സ്ത്രീകളെ, പ്രത്യേകിച്ച് ആണുങ്ങളാകട്ടെ സ്ത്രീകളാകട്ടെ, അവരെ കല്യാണം കഴിക്കാൻ സാദാത്യങ്ങളുടെ ഇടയിൽ ഇല്ലാതാവും, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരിക. അതോടെയാണ് അവരുടെ തർബിയത്തും തലീമും നിലച്ചു പോകുന്നത്. അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി ജമിയത്ത് ഖൈർ, റാവിത്ത് അലവിയ അങ്ങനത്തെ സ്ഥാപനങ്ങളും ഇൻസ്റ്റിറ്റ്യൂഷനൊക്കെ തുടങ്ങുക. നേരെമറിച്ച് മുന്നേ അവർ കണ്ടിന്യൂസ് ആയിട്ട് ബാലവികൾ തരീമിൽ നിന്നും ഹദ്രമൗത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ നിന്നും ഇന്തോനേഷ്യയിൽ വന്നുകൊണ്ടിരുന്നു. അതാണ് ഇപ്പം ഓരോ കുടുംബത്തിന്റെയും വളർച്ച ഈ പാലായനത്തിലൂടെയാണെന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. പക്ഷെ ഇത് കൊളോണിയൽ പശ്ചാത്തലം കൂടി ആവാം. സാദാത്യങ്ങളുടെ പാലായനത്തെ കൺട്രോൾ ചെയ്യുന്ന റെഗുലേഷനൊക്കെ വരുന്നൊരു കാലം വരുന്നുണ്ട്. 1880-90-കളിലൊക്കെ ഡച്ച് റെഗുലേഷൻസ് വരുന്നുണ്ട്. ആർക്കൊക്കെ ജാവയിൽ ഇന്ന സ്ഥലങ്ങളിലൊക്കെ പോകാൻ പറ്റും, ബാലവികൾക്കൊക്കെ അല്ല ഹദ്രമികൾക്ക്, ബാലവി എന്ന് പറയില്ല, ഹദ്രമികൾക്ക് അവിടെയൊക്കെ പോകാൻ പറ്റും. അങ്ങനത്തെ റെഗുലേഷൻസ് ഒക്കെ വരുമ്പോഴായിരിക്കും ചിലപ്പോൾ ഈ പ്രശ്നങ്ങൾ രൂക്ഷമാവുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നിങ്ങളെ കുട്ടികൾക്ക് പിന്നെ പ്രത്യേക പേരന്റിംഗ് സാധാരണ പിന്നെ പെങ്ങന്മാരെ ചെയ്തതായിട്ടാണ് അറിയപ്പെടുന്നത്, അതല്ല അവർക്ക് പ്രത്യേക പേരുണ്ട്? ഇല്ല, ആരും നേരിട്ട് മുവല്ലിദ് വിളിക്കൂല. സയ്യിദ്, അവര് സയ്യിദ് തന്നെയാണ്, ഷെരീഫ് തന്നെയാണ്. കേരളത്തിൽ തന്നെയാണല്ലോ ഉമ്മ മലബാരി എന്ന് പറയുള്ളൂ, ഉമ്മ മലബാരി എന്ന് പറയുള്ളൂ, അങ്ങനെ തന്നെ. പക്ഷെ ഇന്ന് ഒരർത്ഥത്തിൽ മുവല്ലിദിന്റെ പ്രശ്നമല്ല, ഇന്നൊരർത്ഥത്തിൽ ബാലവികൾ വളരെ വ്യാപകമായതുകൊണ്ട് കല്യാണങ്ങൾ അവരുടെ ഇടയിൽ തന്നെയാണ്. ആ ഒരു മുവല്ലിദ് എന്നുള്ളൊരു പ്രശ്നമല്ല. ഇന്ന് ബാലവികൾ അവരുടെ ഇടയിൽ തന്നെ കല്യാണം കഴിക്കാൻ എന്തൊക്കെ ചെയ്യണം എന്നുള്ളൊരു ആശങ്കയാണ് ഇന്ന് ബൈത്തുകളിൽ നിന്ന് പോകുന്നത്. കല്യാണം കഴിക്കാൻ ആളുകളുണ്ട്, പക്ഷെ അവർ കുടുംബത്തിൽ തന്നെ ബൈത്തിന്റെ ഉള്ളിൽ തന്നെ നിലനിന്ന് പോവുക എന്നുള്ളൊരു ആശയമാണ് ഇന്ന് ഉള്ളത്. മുവല്ലദ് എന്നുള്ളൊരു ആശയം ഇന്നില്ല. അതായത് ഈ ബാലവി പിതാക്കളിൽ ജനിച്ച മക്കളെ സംബന്ധിച്ചാണോ അതോ ബാലവി സ്ത്രീകളിൽ ജനിച്ച മക്കളെ സംബന്ധിച്ചാണോ ഈ പറയുന്നത്? അതാണ് വ്യക്തമാണ്.
അവരെ ഏത് പേരിൽ അറിയപ്പെടുന്നു? ഈ ഒരു വിഭാഗത്തെയും രണ്ടും ഒന്നിച്ച് ഒരേ പേരിൽ തന്നെയാണോ അറിയപ്പെടുന്നത്? വാപ്പാന്റെ പേരിലാണ്. വാപ്പാന്റെ പേരിലാണ്. വാപ്പാന്റെ പേരിൽ എന്നതുകൊണ്ട് ബാലവി എന്ന അർത്ഥത്തിലാണോ ഉപയോഗിക്കുന്നത്? അല്ല, അവര് ഹദ്ദാദ് ആണെങ്കിൽ ഹദ്ദാദ്, സക്കാഫ്, അൽ ജുനൈദ്, ഏതായാലും സെയ്ദ് കബീലയിൽപ്പെട്ടവരായിട്ട് പെട്ടവരായിട്ട്. ഉൾപ്പെടുത്തി പറയുന്നു. അപ്പോൾ ഈ ബാലവി സദാത്തുക്കൾ എന്ന് പറഞ്ഞത് ഇപ്പം നമ്മളിപ്പോൾ പൊതുവെ ബാലവി ഒരു കബീലയിൽ ഉൾപ്പെടുന്നതല്ല. അത് അവിടെ എങ്ങനെയാണ് അതിൻ്റെ ശൃംഖല വരുന്നത് എന്നുള്ളത് കൂടി മനസ്സിലാക്കിയിട്ടുണ്ടോ എന്നുള്ളതാണ്. എങ്ങനെ? അതിൻ്റെ ഇപ്പം നസബ വരുന്നുണ്ട്. നസബ വരുന്നത് ബാലവി സദാത്തുകൾ ഏതിലേക്ക് ചേരുന്നു എന്നുള്ളതിൻ്റെ ഒരു അടിസ്ഥാനം. ഇവിടെ ഹാസായിട്ടാണോ ഇന്തോനേഷ്യയിലുള്ളത്, അതല്ല പുറത്ത് യമനിൽ നിന്ന പരമ്പരയിലുള്ള അവശേഷിക്കുന്നവരാണോ ഇന്തോനേഷ്യയിലുള്ള ബാലവി സദാത്ത്? അതെ, യമനിൽ നിന്നുണ്ട്. അത് ഞാൻ നേരത്തെ പറഞ്ഞ ഈ മനാക്കിബുകളിലും ഈ ഹദ്രയിലൊക്കെ അതൊക്കെ വളരെ അദ്ദേഹത്തിന്റെ ഉപ്പ, അദ്ദേഹത്തിന്റെ ഉപ്പ, അദ്ദേഹത്തിന്റെ ഉപ്പ, അദ്ദേഹത്തിന്റെ ഉപ്പയാണ് തെരീമിൽ നിന്ന് വന്നത്. അതൊക്കെ വളരെ വ്യക്തമായിട്ട് ചെറിയ കുട്ടികൾക്ക് വളരെ ഇവരെ അറിയുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ ഞാനൊക്കെ ഇങ്ങനെ സംസാരിക്കുമ്പോൾ തീരെ ദീനില്ലാത്ത കുട്ടികളൊക്കെ ഉണ്ടാവുമല്ലോ, വളരെ ഈ യൂണിവേഴ്സിറ്റിയിലും മറ്റവിടെയൊക്കെ പോയി അങ്ങനെ ബാലവി സാദാത്യങ്ങളായിട്ട് ബന്ധമില്ല, അവരുടേതായ ഒരു ലോകത്തൊക്കെ പോകുന്ന, പക്ഷെ അവർക്ക് വരെ എൻ്റെ ഉപ്പാൻ്റെ ഉപ്പ, അവരുപ്പ, അവരുപ്പ, അവരുപ്പയാണ് യമൻ വന്ന്, അതൊക്കെ അവർക്കും വളരെ ധാരണയുള്ള ഒരു കാര്യമാണ്. കാരണം അങ്ങനത്തെ ഒരു പശ്ചാത്തലത്തിലാണ് അവർ വളർന്നു വരുന്നത്. ആ ബൈത്തിൽ അവർ കൾച്ചർ നേടിക്കൊണ്ടാണ് പുറത്തേക്ക് വരുന്നത്. അവിടെയാണ് ഇപ്പൊ അവതരിപ്പിച്ചത്, അവിടെയാണ് ആ ബൈത്തിന്റെ ഒരു ഇമ്പോർട്ടൻസ് വരുന്നത്. റിസർച്ച് നടത്തുന്ന സമയത്ത് ആസ് ആൻ ഔട്ട്സൈഡർ അവരുടെ പ്രതികരണം എങ്ങനെ ഉണ്ടായിരുന്നത്? പിന്നെ എന്തെങ്കിലും രീതിയിലുള്ള ബുദ്ധിമുട്ടുകളോ ഈ സാധനം ഡാറ്റ ശേഖരിക്കുന്നതിലുണ്ടായിട്ടുണ്ടോ? അത് ഞങ്ങൾ എങ്ങനെയാണ് ടാക്കിൾ ചെയ്തതെന്നുള്ളത്. അതായത് എൻ്റെ ഒരു സുഹൃത്തുള്ളത് കൊണ്ടാണ് ഇതൊക്കെ നടന്നത്. അദ്ദേഹം സയ്യിദ് മൂസൽ ഹബ്ഷി ഫാമിലിയിൽ വളരെ പ്രോമിനൻ്റ് ആയിട്ടുള്ള ഒരു ഫാമിലിയാണ്. പിന്നെ ഇന്തോനേഷ്യയിൽ 5 കുടുംബങ്ങളെയാണ് അഖ്താബുൽ ഹംസ് എന്ന് പറയാറുണ്ട്. അതിലൂടെ ഒക്കെയാണ് ഈ കല്യാണ ആലോചനകളൊക്കെ അതിനെ ചുറ്റിപ്പറ്റിയാണെന്നൊക്കെ പറയാറുണ്ട്. അഖ്താബുൽ ഹംസിൽപ്പെട്ടവരാണ് ഹദ്ദാദ്, സക്കാഫ്, അൽ ഹബ്ഷി, അൽ ഐദ്രൂസ്, അൽ മുഹദാർ. ഈ 5 കുടുംബങ്ങളാണ് ഏറ്റവും ഉന്നതയിലുള്ളത്. പിന്നെ അതിൻ്റെ താഴെ കച്ചവടത്തിലൂടെ പ്രാമുഖ്യം നേടിയിട്ടുള്ള അൽ ജുനൈദ്, ബാഫക്കി, അങ്ങനത്തെ ചില കുടുംബങ്ങൾ വരുന്നുണ്ട്. അതിൻ്റെയും താഴെ അവരുടെ അങ്ങനത്തെ ഇതൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങളിപ്പോൾ ചോദിച്ച പോലെ എനിക്ക് ഈ ഹബ്ഷി എന്ന് പറയുന്ന ആളുടെ കൂടെ ആയതുകൊണ്ട് കുറേ വാതിലുകൾ തുറന്നു കിട്ടി. അതല്ലാതെ ഞാൻ ഒറ്റക്കായി പോയിട്ടുണ്ടെങ്കിൽ ഇതൊന്നും ആക്സസ് ഇല്ലാത്തൊരു സ്പേസ് ആവും. അതുപോലെ നിങ്ങൾ സ്ത്രീകൾക്ക് അതൊരു പ്രത്യേക സ്പേസ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പം ഈ ബൈത്ത് എന്നുള്ളതിന് പുറമെ വ്യത്യസ്തമായിട്ടുള്ള റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. അപ്പം പള്ളികൾ, അതിലൊക്കെ ഇവരെങ്ങനെയാണ് ഇടപെടലുകൾ ഉണ്ടായിരുന്നോ? അല്ലെങ്കിൽ മുത്തവല്ലി എന്നുള്ള നമ്മുടെ നാട്ടിലൊക്കെ ഒരു സാധനം ഉണ്ടാവല്ലോ, അതിൻ്റെ ഭരണകർത്ത രീതിയിലൊക്കെ അവിടുത്തെ സ്ത്രീകളുടെ പങ്ക് എങ്ങനെ ഉണ്ടായിരുന്നത്? ഇല്ല, ഈ അടുത്ത കാലം വരെ പങ്കില്ല എന്ന് തന്നെ പറയാം. ആണുങ്ങൾ മാത്രമായി. ഈ അടുത്ത് ഇപ്പൊ ഒരു 3 കൊല്ലം മുന്നേ അവിടുത്തെ സക്കാഫ് കുടുംബത്തിലുള്ള, സക്കാഫാണോ അത്താസാണോ സംശയമുണ്ട്, വളരെ ഒരു വലിയൊരു വലിയായിട്ടുള്ള ഒരു ആളുടെ 2 സ്ത്രീകൾ ഒരു പുതിയൊരു ഇത് തുടങ്ങി. സ്ത്രീകൾക്ക് മാത്രമായിട്ടുള്ള ദാവ ക്ലാസുകൾ, ഒരു വലിയൊരു ഓഡിറ്റോറിയം ഒക്കെ ബുക്ക് ചെയ്ത് ഈ സ്ത്രീകളെ മാത്രം ക്ഷണിച്ചുകൊണ്ട് ഇവർ ദാവ നടത്തുന്ന ഒരു പ്രവണത. അതിനെ ബാലവികൾ തന്നെ കുറെ വിമർശിച്ചു. അതായത് ഇതല്ല നമ്മുടെ ദാവ രീതി. അതായത് ബാക്കിയുള്ള ഉലമാക്കളൊക്കെ ചെയ്യുന്ന പോലെ സ്റ്റേജിൽ കയറി സംസാരിക്കലല്ല നമ്മളെ രീതി. നമ്മളെ രീതി ബൈത്തിലേക്ക് കൊണ്ടുവരലാണ്. അപ്പൊ നിങ്ങൾ ആ രീതി ആശ്രയിക്കേണ്ട ആവശ്യമില്ല. അങ്ങനത്തെ അതായത് ആ ഒരു വിമർശനത്തിലൂടെ പറഞ്ഞു വരാൻ നോക്കുന്നത് ആ ബൈത്ത് കേന്ദ്രീകരമായിട്ടുള്ള ദാവയാണ്. ഇപ്പോഴും അവരുടെ തരീക്ക എന്നുള്ളൊരു ആശയം ഇപ്പോഴും വളരെ സ്ട്രോങ് ആണ്.
ഇൻഷാല്ലാ നമ്മുടെ ഔദ്യോഗിക ഉദ്ഘാടനമാണ്. അതിന് മുമ്പ് ബഹുമാനപ്പെട്ട ശ്രീ അഷ്റഫ് തങ്ങൾ 2 വാക്ക് സംസാരിക്കാൻ വേണ്ടി ക്ഷണിക്കുന്നു. വസീം ഇവിടെ വർഷങ്ങളായിട്ട് ഞാൻ കാണുന്ന ആളാണ്. പല വിഷയങ്ങളുമായി ചർച്ച ചെയ്യാൻ വരാറുണ്ട്. ഈ ടോക്കിൻ്റെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഒരു ഭാഗമേ വസീം പറഞ്ഞുള്ളൂ, ഇന്തോനേഷ്യ. വസീം ജനിച്ചു വളർന്ന വളപട്ടണത്തെ പറ്റിയിട്ട് വസീമിന് പറയാൻ ആഗ്രഹമുണ്ട്, അഭിലാഷമുണ്ട്. പക്ഷേ വേണ്ടത്ര വിഭവങ്ങളില്ലാത്തതുകൊണ്ടുള്ള ധൈര്യക്കുറവാണ്, അല്ലേ? ഇത് നമ്മൾ ആലോചിക്കേണ്ട വിഷയമാണ്. കേരളത്തിലെ തങ്ങന്മാർ വളരെ സുഖിച്ച് ജീവിക്കുന്നവരാണ്. സുഖിക്കുക എന്ന് ഞാൻ പറഞ്ഞത് പിന്നെ ഈ ഭൗതികമായ ആഡംബര സുഖമില്ല, നാട്ടുകാർ മുഴുവനും നമ്മൾ സുഖിപ്പിക്കുകയാണ്. കണ്ട ബഹുമാനപ്പെട്ട തങ്ങൾ ഇവിടെ ഇരിക്കി, തങ്ങൾ ഉദ്ഘാടനം ചെയ്യി, തങ്ങളത് ചെയ്യി, ഇത് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് നമ്മളെങ്ങനെ സുഖിപ്പിക്കുന്ന ജനങ്ങൾ. ആ സുഖത്തിൽ നമ്മളിങ്ങനെ ആറാടുന്നു. സത്യത്തിൽ തിരിച്ചാലോചിച്ചാൽ നമ്മൾ വട്ടപ്പൂയ്യ. കാരണം നമ്മളെ ചരിത്രം നമുക്കറിയില്ല, നമ്മളെ പാരമ്പര്യം നമുക്കറിയില്ല, നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് നമുക്കറിയില്ല, നമ്മൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് തീരെ അറിയില്ല. ഏത് സംഘടന ഉണ്ടാക്കിയാലും എന്ത് പ്രസ്ഥാനം ഉണ്ടാക്കിയാലും ഒരു തങ്ങളെ പിടിച്ചത് അതിൻ്റെ നേതാവാക്കും. അപ്പോൾ നമ്മളൊക്കെ ധരിക്കും നമ്മളെ ബഹുമാനിച്ചിരുന്നു. അല്ല, അത് നമ്മൾ ഉപയോഗിക്കണം, അത് നമ്മൾ ഉപയോഗിക്കണം. ഇത് നമ്മൾ തിരിച്ചറിയണം. നല്ലതാണ്, നമ്മൾ തോന്നാത്താണ്. കേരളത്തിൽ എത്ര മതവിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, എന്തെല്ലാം പദ്ധതികൾ. പക്ഷേ തങ്ങന്മാരെ പറ്റി പഠിക്കാനായിട്ടുള്ള ഒരു സംരംഭത്തിന് ഇന്ന് വരെ എന്തുകൊണ്ട് തുടക്കം കുറിച്ചില്ല എന്ന് നമ്മൾ ആലോചിക്കണം. വലിയ ബിൽഡിംഗ് ഉണ്ടാക്കും, അതിന് ഷാഫങ്ങൾ പേരിടും, വേറെ ബിൽഡിംഗ് ഉണ്ടാക്കും, അതിന് ബാപ്പയ്ക്ക് തങ്ങൾ പേരിടും, മറ്റേ തങ്ങൾ പേരിടും, ഈ തങ്ങൾ പേരിടും. അതൊക്കെ സംഗതി തന്നെയാണ്, അതൊക്കെ ഉഷാറാണ്. ഇവിടെ ആണ് നമുക്കുള്ള പരാജയം. ഈ സെൻറ്റർ തുടങ്ങുന്ന കാലത്ത് 2-3 കൊല്ലം ഇത് ആലോചന തുടങ്ങിയിട്ട്, അപ്പോഴൊക്കെ ഇത് സ്റ്റാർട്ടിങ്ങിലൊക്കെ ഉണ്ടായത് ഈ സംഘടന എന്തിനാ? പാവപ്പെട്ടവനെ സഹായിക്കാൻ. അപ്പം എൻ്റെ അജണ്ടയിൽ ആ സാധനം ഇല്ല. എൻ്റെ അജണ്ടയിലല്ല, ഞങ്ങൾ ആരുടെ അജണ്ടയിൽ ആ സാധനം ഇല്ല. കാരണം ഈ പാവപ്പെട്ടവന് പൈസ ഇല്ലാത്ത ഇതൊക്കെ ആപേക്ഷികമായ സംഗതിയാണ്. പൈസ വേണ്ടാന്ന് വെച്ചാൽ നമ്മളെല്ലാവരും മുതലാളി. പക്ഷേ എൽമെന്നെ വേണ്ടേ? പൈസയുടെ വസ്തുവാണ്. പൈസ വേണ്ടാന്ന് വെച്ചാൽ ആ നിമിഷം മുതലാളിയാകാണ്. പക്ഷെ ഇത് വേണ്ടാന്ന് വെച്ചാലോ ആ നിമിഷം നമ്മൾ എന്തായാലും വിഡ്ഢിയാകുന്നു. ഇത് നമ്മൾ മനസ്സിലാക്കണം. ഈ സെൻറ്ററുകൾ ഉണ്ടാകുമ്പോൾ ഇതിൻ്റെ ലക്ഷ്യങ്ങൾ പല ലക്ഷ്യങ്ങളൊന്ന്, നമ്മൾ പറയും നമ്മൾ ആഗോള സമൂഹമാണെന്ന്. പക്ഷേ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഒരു പക്ഷേ നൈജീരിയയിലുള്ള അപ്പം ജമലൈറ്റ് ഗ്രൂപ്പുമായിട്ട് വാട്സപ്പ് കൂടെ അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ കൂടെ 3 പേർക്ക് ബന്ധമുണ്ടാവും. അതല്ലെങ്കിൽ മുനവറൊക്കെ ഇങ്ങനെ യാത്ര ചെയ്യുന്നതുകൊണ്ട് മുനവറിൽ ബന്ധമുണ്ടാവും. അങ്ങനെ വ്യക്തികൾക്ക് ബന്ധം എന്നല്ലാതെ ഒരു സമൂഹം എന്ന നിലയ്ക്ക് നമുക്ക് ബന്ധമില്ലാതിരിക്കാനുള്ള കാരണം അവരെന്ത് ചോദിച്ചാലും നമുക്ക് അങ്ങോട്ട് മറുപടി പറയാനില്ല എന്നുള്ളതുകൊണ്ട്. കാലം മാറി, പഠിക്കാൻ പുസ്തകങ്ങൾ തന്നെ വേണ്ട, ചരിത്ര പുസ്തകങ്ങൾ വേണ്ട ചരിത്രം പഠിക്കാൻ. അതല്ലാതെ തന്നെ ചരിത്രം ഉണ്ടാക്കുന്ന കാര്യമാണ്. അപ്പോൾ ഇതിന് നമ്മൾ വേണ്ട എന്താണെന്നുണ്ടെങ്കിൽ ഇതിന് നമുക്ക് വേണ്ടത് ഇതിന് വേണ്ട വിഭവങ്ങൾ ഒരുക്കുക എന്നുള്ളതാണ്. വിഭവങ്ങൾ ഒരുക്കിയിട്ട് നമ്മൾ പറ്റാവുന്ന ആളെ വെച്ചാൽ ഈ ചരിത്രമൊക്കെ നമുക്ക് പഠിക്കാം. ഇപ്പം അഹ്ലു ബൈത്ത് എന്നെല്ലാവരും പറയും. മമ്പർത്ത് തങ്ങൾ ഇവിടെ വന്നത് എന്തിനാണ് എന്ന് പറഞ്ഞാൽ പെങ്ങളെ മോളെ കല്യാണം കഴിക്കാനല്ലേ? പെങ്ങളെ മോളെ അമ്മോൻ്റെ മോളെ കിടക്കൽ എല്ലാ ചരിത്രത്തിലും അതാണുള്ളത്. മൂപ്പറുമായി പുതിയ വ്യാഖ്യാനം നൽകി. യഥാർത്ഥത്തിൽ വ്യാഖ്യാനം അതാണ്.
ഇവിടെ അഹിൽ ബെയ്ത്ത് ഉണ്ടാക്കാനാണ്, ബെയ്ത്ത് ഉണ്ടാക്കാനാണ് നമുക്ക് വന്നത്, ബെയ്ത്ത് ഉണ്ടാക്കാനാണ് വന്നത്. അപ്പോൾ ഈ ഒരു ദൗത്യം നമ്മൾ ഏറ്റെടുക്കണം, ഈ ദൗത്യം നമ്മൾ ഏറ്റെടുക്കണം. ആളുകളെ അങ്ങോട്ട് വിളിച്ചാൽ അങ്ങോട്ട് പോണതിന് പകരം ഇരുന്നിട്ട് ആളുകളെ ഇങ്ങോട്ട് വിളിക്കുക. അവർ സംഘടന ഉണ്ടാക്കിയിട്ട് നമ്മൾ നല്ലതൊക്കെ തന്നെയാണ്, കുഴപ്പമൊന്നുമില്ല. പക്ഷെ കുറച്ചെങ്കിലും നമ്മളൊന്ന് ഇരുന്നിട്ട് ആൾക്കാരെ ഇങ്ങോട്ട് വിളിക്കുക, നമ്മളെ കാര്യങ്ങൾ അങ്ങനെ നടക്കട്ടെ. അപ്പോൾ ഇതിന് നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ബോധമാണ് വേണ്ടത്. ഇതില്ലാതെ ഞാൻ പറയില്ല. ഇപ്പോൾ നിങ്ങൾ ഏതൊരു നാടനെടുത്താൽ, ഇപ്പോൾ ഇർഷാദ് ഇദ്ദേഹം പിന്നെ ഫ്ലോക്ലോറിൽ ഇവിടുന്ന് PhD ചെയ്ത ആളാണ്. എന്നോട് ചോദ്യം ചോദിച്ച്, ഈ കുടുംബ പാരമ്പര്യം ഇങ്ങനെ പറയണത് നിങ്ങളുടെ കുടുംബത്തിൻ്റെ മഹത്വം കൊണ്ടാണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അത് മാത്രമല്ല, അത് അറബികളുടെ ഒരു കൾച്ചറും കൂടിയാണ്. അപ്പോൾ കേരളത്തിൽ നമുക്ക് നമുക്ക് ആ കൾച്ചറുണ്ടോ ഇല്ലേ? ഇപ്പോൾ ഏതൊരു നാടനെടുത്താലും അവർക്ക് വാപ്പാനറിയും, വാപ്പാനറിയും. മൂന്നാമത്തെ നാലാമത്തെ വാപ്പ ചോദിച്ച് എനിക്ക് പറയാൻ കഴിയില്ല. അമ്മമാരെ ഒന്ന് അല്ലെങ്കിൽ രണ്ട്, അതിൻ്റെ അപ്പുറം അമ്മമാരെ പറയില്ല. പക്ഷേ ഏത് തങ്ങൾക്ക് ചോദിച്ചാലും 4, 5, 6 ഉപ്പാപ്പാരെ പേര് പറയാൻ കഴിയാത്ത തങ്ങന്മാർ ഇവിടെ ആരുമില്ല. അപ്പോൾ സംഗതി നമ്മളെത്തുണ്ട്. പക്ഷെ അത് കോർവ് ചെയ്യാൻ, പഴയ ഭാഷ പറയാൻ കോർവ് ചെയ്യാനും അതൊന്ന് തെർത്തീവാക്കാനും ഉള്ള പിന്നെ ആയുധങ്ങളാണ് നമ്മൾക്കില്ലാത്തത്. ഈ കാര്യങ്ങളാണ് ഈ സെൻറ്റർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പം മലേഷ്യയിലെ ഒരു ടീമുമായിട്ട് നമ്മൾ ഒരു ഇമെയിൽ പിന്നെ കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ആ നൈജീരിയത്തെ തങ്ങന്മാരെ ബന്ധപ്പെട്ട് കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഇതിന് പല ആളുകളും പല രീതിയിൽ പഠിക്കുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച തോഫീസ് സിക്കരിയ എന്ന് പറയുന്ന പിന്നെ മട്ടാഞ്ചേരിയിലെ ജൂതന്മാരെ പറ്റി പഠിക്കുന്ന ഒരാൾ വന്നിരുന്നു. അപ്പോൾ സംസാരത്തിലൊക്കെ അയാൾ പറഞ്ഞു, ഞാൻ നാളെ പിന്നെ ഇങ്ങോട്ട് പോവാണ്, എന്താണ് ഇരിങ്ങൽ കോട്ടക്കലേക്ക് പോവാണ്, പാറപ്പള്ളിക്ക് പോകുന്നതാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ പറഞ്ഞ് അച്ചിൽ മാത്രമുള്ള ഒരു ഖബർ എൻ്റെ മീസാങ്കൽ അവിടെ ഉണ്ട്. അപ്പോൾ ഞാൻ ആലോചിച്ച് കടലുണ്ടി നമ്മുടെ മീസാങ്കല്ല് അച്ചിലുള്ള മോഡലാണോ അല്ലേ എന്നുള്ളത് നമുക്കറിയില്ല. കാരണം അച്ചിലുള്ള മോഡൽ എന്താണെന്ന് നമുക്കറിയണ്ടേ. അപ്പോൾ ഖബർസ്ഥാനിലെ ഒരു കല്ലുകൊണ്ട് മാത്രം ചരിത്രം ഉണ്ടാക്കണം. അപ്പം ഇത് പഠിക്കാൻ നമ്മൾ തയ്യാറാകണം. നമ്മൾ ഉള്ള നേരം ഈ കുടുംബത്തിൻ്റെ പോരിശയും മൂപ്പളങ്ങും പറഞ്ഞ് ചുറിഞ്ഞു കുത്തിയിരുന്നാൽ അതേ നടക്കുള്ളൂ. ഇതിന് വേണ്ട എന്താ പറഞ്ഞെങ്കിൽ എന്ത് സാധനം വേണ്ടത് വിഭവങ്ങളാണ്. ഇപ്പം തങ്ങന്മാരെ പറ്റിയിട്ട് നമ്മൾക്ക് കേരളത്തിലുള്ള പുസ്തകങ്ങൾ ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ കവിതക്കാരും അവരുടേതായ ചില പുസ്തകങ്ങൾ ഇറക്കിയെന്നല്ലാതെ അതിൻ്റെ അപ്പുറം പഠനങ്ങൾ പോയിട്ടില്ല. ഇനി ഇതൊരു അന്താരാഷ്ട്ര സമൂഹമാണ് എന്നുള്ള നിലയ്ക്ക് പഠിക്കണമെങ്കിലോ ഈ പറഞ്ഞ കിതാബുകളൊന്നും നമ്മൾ എടുത്തില്ലാത്തതാണ്. അപ്പോൾ ഈ സെൻറ്ററുകൾക്ക് പുസ്തകങ്ങൾ വേണം. പഠിക്കാൻ വരുന്ന ആളുകൾക്ക് എത്നോഗ്രാഫി അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്ന ആളുകൾക്കുള്ള അതിന് സൗകര്യം ചെയ്ത് കൊടുക്കണം. ഇത് കണ്ടെത്താനുള്ള ഇത് വേണം. ഇപ്പം ഈ സെൻറ്റർ ഇങ്ങനെ ഒരു എളിയ രീതിയിൽ നടക്കുന്ന കാരണം ഇറാം സിദ്ദീഖ് എന്ന ചില ഫണ്ടുകൊണ്ടാണ്. നമ്മളെ ഇതുണ്ടല്ലോ, പിന്നെ ആ മോട്ടറിൻ്റെ പേരെന്താണ്, ഇറാം മോട്ടറിൻ്റെ മുതലാളി സിദ്ദീഖ് മുനവറിൻ്റെ കയറുമ്പോൾ തന്ന കുറച്ച് ഫണ്ട് കൊണ്ടാണ് ഇത് ഓടുന്നത്. ഇതിങ്ങനെയാണെങ്കിൽ 1 കൊല്ലം 1.5 കൊല്ലം 2 കൊല്ലം ഓടും. പക്ഷേ ഇത് നിലനിൽക്കണമെങ്കിൽ ഇതിന് ഫണ്ട് വേണം. കേരളത്തിലെ ഏറ്റവും വലിയ ഫണ്ട് റൈസർമാർ മുഴുവൻ തങ്ങന്മാരാണ്. ഞാനൊക്കെ പറഞ്ഞത് ഓരെക്കൊണ്ട് ഫണ്ട് ആൾക്കാർ ഉണ്ടാക്കിക്കാണ്. അപ്പം നിങ്ങൾ കഴിവൊക്കെ നോക്കിയിട്ട് പിന്നെ ഓരോരുത്തരും ഒരു 2 കിതാബുള്ള പൈസ, അല്ലെങ്കിൽ ഒരു അൽമാർക്കുള്ള പൈസ, അതല്ലെങ്കിൽ ഒരു കുട്ടിക്ക് ഒരു 6 മാസത്തിൻ്റെ സ്കോളർഷിപ്പുള്ള പൈസ, ഇതൊക്കെ നൽകിയാൽ നമുക്ക് പഠനം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. കാരണം ഇതൊക്കെ നമ്മൾ ഇപ്പം ഞാൻ തന്നെ എൻ്റെ പേരെൻ്റെ 2 അനുഭവം ഞങ്ങൾ പറഞ്ഞാൽ, എൻ്റെ വല്യമ്മ പിന്നെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, പേരൻ്റെ വാതിൽ രാത്രിയെല്ലാം ചീപ്പിടാൻ പാടില്ല, വാതിൽ അടച്ചൊക്കെ നിങ്ങളെല്ലാവരും ഉറങ്ങാൻ കാലത്ത് ലാസ്റ്റ് ആ ചീപ്പിടാൻ പാടുള്ളൂ. അപ്പോൾ എൻ്റെ പിന്നെ അളാപ്പ് ചോദിച്ച് എന്തമ്മ പിന്നെ അത് പൂച്ച വരാതിരിക്കല്ല, ഈ പേര നിങ്ങളത് മാത്രമല്ല ഇവിടെ ആർക്കും എപ്പോഴും വരണം. അതൊരു തിയറിയാണ്. നമുക്കൊക്കെ ഇപ്പോൾ ഇത് പഠിച്ചപ്പോഴാണ് ആ തിയറി മനസ്സിലായത്. പഠിച്ചപ്പോഴാണ് തിയറി മനസ്സിലായത്. അതേപോലെ തന്നെ ഒരു ദിവസം സുഹൈൽ വന്നിട്ട്, നമ്മുടെ ബഹാവുദ്ദീൻ്റെ മോൻ വന്നിട്ട് എന്നോട് ഇങ്ങനെ പല കാര്യങ്ങൾ ചോദിച്ചപ്പോൾ ചോദിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും പെർട്ടിക്കുലറായിട്ട് എന്തെങ്കിലും സംഭവം. ഞാൻ പറഞ്ഞു എൻ്റെ വല്യമ്മാൻ്റെ ഒരു സംഭവം എനിക്ക് ഓർമ്മയുണ്ടെന്നുണ്ട്.
റമദാനായാൽ നാട്ടിലെ ആൾക്കാരൊക്കെ മുസാഫി തീരും. ഈ മുസാഫൊക്കെ ബയാനി എന്ന് പറയുന്ന മുസാഫാണ് പ്രശ്നം. അപ്പോൾ ഞാൻ ചെറിയ കുട്ടിയാണ്, ചെറിയ സ്കൂളൊക്കെ മറച്ചു പോണ്ട്. അപ്പം ആ വല്യമ്മ മുസാഫൊക്കെ മറച്ചു വിട്ട് പറയും നിങ്ങളിത് ഓതിക്കൂടിയെന്ന്. അങ്ങനെ എല്ലാവർക്കും വല്യമ്മ ഓതാൻ ഇജാസത്ത് കൊടുക്കും. എനിക്കിത് മനസ്സിലായില്ലേ? എനിക്കിത് മനസ്സിലായത് അടുത്താണ്. കാരണം ഞാൻ എനിക്ക് ഉസ്താദിൻ്റെ പുസ്തകം ഇറക്കിയിട്ടപ്പോൾ ഒരാൾ എന്നോട് ഫോണിൽ ചോദിച്ചു നിങ്ങൾ ഉസ്താദിനൊന്ന് കാണണം എന്ന് പറഞ്ഞു. ഇപ്പോൾ എന്താണെന്ന് ചോദിച്ചു, ആ പുസ്തകം വായിക്കാൻ ഉസ്താദിൻ്റെ സമ്മതം വാങ്ങാനാണെന്ന് പറഞ്ഞു. ആ പുസ്തകം വായിക്കാൻ ഉസ്താദിൻ്റെ സമ്മതം വാങ്ങാനാണെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു അങ്ങനെ ഉണ്ട് എന്ന് പറഞ്ഞു. ഒന്നിക്ക് പഠിപ്പിച്ച ആൾ അല്ലെങ്കിൽ ഏഴ് ആൾ സമ്മതം വാങ്ങാൻ ഇജാസത്ത്. അപ്പോൾ എൻ്റെ വല്യമ്മാരത്തെ പറ്റി ഇതിൽ ഒന്നാണ് ഓരോ മുസാഫ് കൊടുത്ത് വല്യമ്മാരങ്ങൾ ഓതിക്കൂടി പറഞ്ഞു. അപ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങൾ നമ്മളറിയാതെ, കാരണം ഒരു മുത്ത് ഒരാളെ കൈ കിട്ടിയാൽ അത് മുത്താണ് എന്ന് തിരിഞ്ഞാക്കി അത് മുത്താവുള്ളൂ. അത് തിരാത്തോടത്ത് കാലം അതെന്താണ്, വെറും കല്ല. അപ്പോൾ ഈ നമ്മളെ ഇടയിലുള്ള മുത്തുകളെ തിരിച്ചറിയാൻ നമ്മൾ ഓരോരുത്തരും ശ്രമിച്ചാൽ നമ്മൾ കഴിയും. ഒരു സംഭവം പറഞ്ഞാൽ എൻ്റെ വലിയ സീതിക്കോയ തങ്ങളെ പറ്റിയിട്ട് ഒരുപാട് എൻ്റെ നാട്ടിൽ കേട്ടപ്പോൾ എനിക്ക് അത് ഏറ്റവും രസകരമായി തോന്നി എന്താണെന്നുണ്ടെങ്കിൽ, ഒരുപാട് കഥകൾ നമ്മൾ നാട്ടിൽ പറയുന്നുണ്ട്. ഇതിപ്പോൾ വലിയ രാഷ്ട്രീയക്കാരനും പിന്നെ അതേമാതിരി തന്നെ ഈ കാടേരിൻ്റെ കാലത്തൊക്കെ സമസ്തനോട് ചോദ്യം ചോദിച്ചിട്ട് ഇപ്പോൾ ഞാൻ ആ ഉത്തരം കിട്ടിയിട്ട് ചേട്ടാ. എൻ്റെ വല്യപ്പാനെ ചോദിപ്പോൾ ആൾക്ക് എടുക്കുകയാണ്. അന്ന് ചോദിച്ച് സീതിക്കോയ തങ്ങൾ ജീവിതത്തിൽ ഒറ്റയ്ക്ക് ഭക്ഷണം കഴിച്ചില്ല എന്നാണ്. ഒറ്റയ്ക്ക് ഭക്ഷണം കഴിച്ചില്ല. താമസം വരികയാണെങ്കിൽ കായൻ്റെ അവിടെ നിൽക്കുമെന്ന് പറഞ്ഞു. ഇങ്ങോട്ട് പോകണ ആരെയും ഒരാൾ വിളിച്ചിട്ട് ചോറിക്കാന്ന് പറയും. ഇനി ആരും കിട്ടിയില്ലെങ്കിൽ വല്യമാരെ കൂട്ടി ചോറിക്കുന്നു. ഇത് നമ്മൾക്ക് ഇങ്ങനെ പല പല സംഭവങ്ങളും നമ്മുടെ പേരൻ്റെ അകത്തുണ്ട്. ഇതൊക്കെ നമ്മൾ മനസ്സിലാകുമ്പോഴാണ് നമ്മൾ ഔന്നിത തങ്ങന്മാരെ മാതിരി സൽക്കരിക്കുന്നവർ കേരളത്തിൽ വേറെ ആരില്ല. തങ്ങന്മാരെ മാതിരി വെൽ ഡ്രസ്ഡായി നടക്കുന്ന ആൾക്കാർ വേറില്ല. തങ്ങന്മാരെ മാതിരി വാഹനങ്ങൾ നല്ല ഉപയോഗിക്കുന്ന ആൾക്കാർ വേറില്ല. തങ്ങന്മാരെ മാതിരി വീട് സുന്ദരമാക്കുന്ന ആൾക്കാർ വേറില്ല. ഇതൊന്നും പണം ഉണ്ടായിട്ടില്ല. ഇതൊക്കെ നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. ഇതൊക്കെ നമുക്ക് നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. ഇപ്പോൾ ഈ കോട്ട് ഇടാതെ നമ്മൾ ഒരു കാലത്ത് പുജാപ്പുഴ വരുത്തി നമ്മൾ ഇവിടെ എല്ലാവരും പിന്നെ ഒരു കോട്ട് ഉപയോഗിക്കാത്ത കാലത്ത് തങ്ങന്മാരുടെ ഇടയിൽ പുജാപ്പുഴ പോകണമെങ്കിൽ കോട്ട് നിർബന്ധമായിരുന്നു. അങ്ങനെ പിന്നെ കുടുംബപരമായ സാംസ്കാരികമായി നമ്മൾ ആലോചിക്കുമ്പോൾ കേരളത്തിലെ ഏറ്റവും കൂടുതൽ തങ്ങന്മാരുണ്ടായിരുന്ന പ്രബലമായ ദേശങ്ങളാണ് കൊയിലാണ്ടി, പിന്നെ ഈ തീരദേശങ്ങൾ മുഴുവനും താന്നൂർ, കൊയിലാണ്ടി, പൊന്നാനി. ഇവിടെയൊക്കെ തങ്ങന്മാരല്ലാത്ത കുടുംബങ്ങൾ അവരെ പാരമ്പര്യം നിലനിർത്തിയത് ഉമ്മയിൽ കൂടിയാണ്. എല്ലാവർക്കും ഉമ്മാനന്മാരെ പേര് അറിയുള്ളൂ. പക്ഷെ തങ്ങന്മാർ അപ്പോഴും പാരമ്പര്യം നിലനിർത്തിയത് ബാബായി കൂടിയാണ്. ഭാര്യ വീട്ടിൽ താമസിക്കും, അങ്ങനെയൊക്കെ ഉണ്ട്. ഭാര്യ വീട്ടിൽ താമസിക്കും. ആ സിസ്റ്റങ്ങളൊക്കെ ഭൗതികമായ സിസ്റ്റങ്ങൾ എടുക്കുമ്പോഴും അന്തരാവകാശത്തിലും നെസ്ബയിലും തങ്ങന്മാർ അതെന്നെ നിലനിർത്തി എന്നുള്ളത് തങ്ങന്മാരുടെ ഒരു ഹിമ്മത്താണ്. കാരണം മറ്റൊരു ലയിച്ചു പോയില്ല, നമ്മൾ ലയിക്കാതെ നിന്നില്ലേ. ഏത് ഇപ്പം സാധാരണ ആൾക്കാർ പറഞ്ഞ വർത്താനുണ്ട്, അറിവേന്ന് വന്നവർ മുഴുവൻ തങ്ങന്മാരാണ്. അങ്ങനെ തങ്ങന്മാരെ കുട്ടികൾ മുന്നോട്ട് പറയാൻ കേട്ടിട്ടുണ്ട്. കേരളത്തിൽ നിന്ന് അറബികളായി വന്ന 26ഓളം കുടുംബങ്ങളുണ്ട്. ഇത് തങ്ങന്മാരായിട്ട് അറിയപ്പെടുന്ന 19-20 കുടുംബങ്ങൾ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ബറാമി, ബാത്ത ഇവരൊക്കെ അറിയപ്പെടുന്ന അറബി കുടുംബങ്ങളാണ്. പിന്നെ ബൽഗൂത്തിയ അങ്ങനെ ഒരു കൊയിലാടി ഉണ്ടല്ലേ. അങ്ങനെ ഒരുപാട് കുടുംബങ്ങളുണ്ട്. അറബി തങ്ങൾ, മലയാളം തങ്ങൾ, അങ്ങനെ പല തങ്ങളുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത് പറഞ്ഞാൽ ഇതിനൊക്കെ സയൻറ്റിഫിക്കായിട്ട് ശാസ്ത്രീയമായി പഠിക്കാനുള്ള സംവിധാനങ്ങൾ വേണം. ഇവിടെ ഒരുപാട് ആൾക്കാർ പലതുകൊണ്ട്. ഇപ്പം നമ്മളെ സമദ് ഹസനി പിന്നെ എന്താണ് ഹദ്ദാദ് റാത്തീബിൻ്റെ വ്യാഖ്യാനം അല്ലേ, ഹദ്ദാദ് റാത്തീബിൻ്റെ വ്യാഖ്യാനം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. മൂപ്പർക്ക് പിന്നെ പ്രിൻസിസ്റ്റൺ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് നമ്മളെ മമ്പറം തങ്ങൾ എഴുതിയൊരു പുസ്തകം കിട്ടി. മമ്പറം തങ്ങൾ എഴുതിയ പുസ്തകങ്ങൾ കിട്ടിക്കൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോൾ പുസ്തകങ്ങൾ കിട്ടിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പം ഇതിനൊക്കെ നമ്മുടെ ഭാഗത്തു നിന്നുള്ള ആത്മാർത്ഥമായ ശ്രമം, പണം മാത്രമല്ല. ഇത് ഈ ക്ലാസ് ഇത് യൂട്യൂബിലുണ്ടാവും. സൗകര്യപ്പെടുന്നവരൊക്കെ അവനാൻ്റെ കുട്ടികളെ ഇതൊന്ന് കേൾപ്പിക്കും. ഞാൻ നിർത്തുന്നു.
ഇനി നമ്മുടെ ബഹുമാനപ്പെട്ട ഖാദി മുഹമ്മദ് കോയ തങ്ങൾ എൻ്റെ അടിയനും എൻ്റെ അമ്മേൻ്റെ മോനും ഒക്കെയാണ് സംസാരിക്കാൻ നമ്മൾ ഇപ്പോൾ ആദരവ് ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിൽ അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിർ റസൂലില്ലാഹി വഅലാ ആലിഹി വഅസ്ഹാബിൽ ഫായിസിൻ അമ്മാ ബഅദ്. വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹി അലൈഹി തവക്കൽതു വഇലൈഹി അനീബ്. വളരെ ഗഹനമായ ഒരു ചർച്ചക്കാണ് നമ്മൾ വേദിയായിട്ടുള്ളത്. ആദ്യമായി ഞാൻ ഓർക്കുന്നൊരു കാര്യം, പൂർവ്വകാലങ്ങളിലൊക്കെ തന്നെ സയ്യിദന്മാർ നമ്മുടെ നാടുകളിൽ ഓരോ പ്രൗഢി നിലനിർത്തിയിരുന്നു. അതിൻ്റെ ഒരു കാരണം നേരത്തെ ഇവിടെ വസീം സൂചിപ്പിച്ചതുപോലെ ഇന്തോനേഷ്യയിലൊക്കെ ഇന്നും നിലനിൽക്കുന്നുണ്ട് എന്ന് പറയുന്നത് പോലെ സാദാത്യങ്ങൾ മറ്റാരെയും തേടി പോവുകയല്ല ചെയ്യുന്നത്, മറിച്ച് സയ്യിദന്മാരെ തേടി ആളുകൾ അവിടെ വരുമായിരുന്നു. അവരുടെ ദൈവത്തിൻ്റെ മേഖല അങ്ങനെ സയ്യിദന്മാരുടെ അടുക്കൽ ആളുകൾ വരിക, അവർക്ക് ഉപദേശങ്ങൾ നൽകുക. അവർ പുറത്തിറങ്ങി പോയി ദൈവത്ത് നടത്തുന്നതിനേക്കാൾ കൂടുതൽ ദൈവത്തിൻ്റെ മേഖലകളിൽ ഏറ്റവും ഉയർന്നു നിന്നിരുന്നത് അവരിലേക്ക് ആളുകൾ ആകർഷിച്ചു വന്ന് അവർ ചെയ്തു കൊടുക്കുന്ന പ്രവർത്തനങ്ങൾ, അവരുടെ സമീപനങ്ങൾ, അവരെ നേരത്തെ ഇവിടെ അശ്വതങ്ങൾ സൂചിപ്പിച്ചതുപോലെ അവരുടെ സൽക്കാരങ്ങൾ, ഇതൊക്കെ തന്നെയായിരുന്നു ഈ വലിയൊരു അവർ ചെയ്ത ഏറ്റവും വലിയ സേവനങ്ങൾ എന്നുള്ളത്. ഒരു കാര്യം ഞാൻ ഓർക്കുന്നത്, കെനിയയിൽ ചെന്നപ്പോൾ അവിടെ ധാരാളം സാദാത്യങ്ങളുണ്ട്. ഏറ്റവും കൂടുതലുള്ളത് ജമലൈലി സാദാത്യങ്ങളാണ്. ജമലൈലി സാദാത്യങ്ങൾ യഥാർത്ഥത്തിൽ ഈ വേൾഡിൽ ജമലൈലി സാദാത്യങ്ങളാണ് കൂടുതലുള്ളത്. കാരണം കെനിയയിൽ ചെന്നപ്പോൾ അവിടെ ഉണ്ട്, നേരത്തെ ഇവിടെ പറഞ്ഞു ഇന്തോനേഷ്യ അതിൻ്റെ ഒരു കേന്ദ്രമാണ്. ഇവിടെ ഇപ്പോൾ പിന്നെ വസീം പഠനം നടത്തിയത് അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നൊരു ഹത്താസലതങ്ങൾ അഭിഷയായിരുന്നു അദ്ദേഹം കണ്ടുമുട്ടിയെന്നുള്ളതാണ്. അതുകൊണ്ടായിരിക്കും അഭിഷി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ മാത്രമാണ് അദ്ദേഹത്തിന് പഠനം നടത്താൻ സാധിച്ചിട്ടുള്ളത് ഞാൻ മനസ്സിലാക്കി. മറിച്ചൊരു മുർത്തദ എന്നൊരു പണ്ഡിതനുണ്ട്, എനിക്ക് അലിയാർക്കറിയാം. ഇന്തോനേഷ്യയിലെ ഏറ്റവും വലിയ സാദാത്തി ചരിത്ര പണ്ഡിതനാണ് അദ്ദേഹം. ഇവിടെ കേരളത്തിൽ വന്നിരുന്നു. അദ്ദേഹത്തെ മുട്ടുകയാണെങ്കിൽ അദ്ദേഹത്തിനടുത്ത് ഒരുപാട് ചരിത്ര വിവരങ്ങൾ, മറിച്ച് തിരിച്ച് പിന്നെ നമ്മുടെ ജമലൈലി സാദാത്യങ്ങളുടെ പഠനം മുഴുവൻ പഠിച്ചു. മാത്രമല്ല മറ്റുള്ള സാദാത്യങ്ങൾ ഇന്തോനേഷ്യയിലെ അവരുടെ സമീപനങ്ങൾ, അവരുടെ പ്രവർത്തനങ്ങൾ, അവരുടെ വരവ് പോക്ക്, അവരുടെ ജീവിതം ചരിത്രങ്ങളൊക്കെ മുർത്തയിൽ നിന്ന് ധാരാളം ലഭിക്കാൻ സാധ്യതയുണ്ടെന്ന് അദ്ദേഹം ഇവിടെ പഠനത്തിന് വേണ്ടി വന്നതാണ്. അവിടെ പഠിക്കാൻ വേണ്ടി ഇവിടുത്തെ ജമലൈലി സാദാത്യൻ്റെ സംഘത്തിൽ പഠിക്കാൻ വേണ്ടി 5-8 ആളുകൾ കൂടെ അവിടുത്തെ സാദാത്യങ്ങളോടൊന്നിച്ച് നമ്മുടെ കേരളത്തിൽ വന്നു, പഠനം നടത്തി. 2-3 തവണ അദ്ദേഹം ഇവിടെ വന്നിട്ടുണ്ട്, പഠനം നടത്താനായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത്, പിന്നെ ഞങ്ങളൊക്കെ പല വർഷം ഞാൻ മലേഷ്യയിൽ ചെല്ലുകയാണെങ്കിലും അല്ലെങ്കിൽ സിംഗപ്പൂരും അതുപോലെ തന്നെ മറ്റേ ഇന്തോനേഷ്യയിലൊക്കെ ചെല്ലുകയാണെങ്കിൽ ഒരുപാട് സാദാത്യങ്ങൾ ധാരാളം ഉണ്ടെങ്കിലും ആ ഭാഗങ്ങളിലെ കൂടുതലായിട്ടുള്ളത് ജമലൈലി സാദാത്യങ്ങളാണ് ആ ഭാഗങ്ങൾക്ക്. അപ്പോൾ കെനിയ ചെന്നപ്പോൾ അവിടെ ഉള്ള ഒരാൾ നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ ഈ ബൈത്ത് എന്നുള്ളത്, കുടുംബ ബന്ധം ചേർത്തുക എന്നുള്ളത്, അത് അവർ ഒരു ഏറ്റവും വലിയ പ്രാധാന്യമായിട്ട് കാണുന്നുണ്ട് എന്നുള്ളതാണ്. എന്നോട് പറഞ്ഞ് നമ്മൾ ഈ ബന്ധം നിലനിൽക്കണമെങ്കിൽ, അന്ന് ഞങ്ങൾ ഒരുപാട് സദസ്സിൽ പങ്കെടുത്ത്, കൂടുതൽ സൂഫിയാക്കളാണ്, ഒക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ സാദാത്യങ്ങളിൽ പലരും വലിയ ഉയർന്ന ആളുകളൊക്കെ സൂഫിയാക്കളാണ്. ഫക്കീൽ മുഖദ്ദമിൻ്റെ ശിഷ്യഗണങ്ങളായിരിക്കല്ലേ, അവരുടെ പരമ്പര ആയിരിക്കല്ലോ കൂടുതൽ സാദാത്യങ്ങൾ. കേരളത്തിലെ മിക്കവാറും ഫക്കീൽ മുഖദ്ദമിലൂടെ ആയിരിക്കും നമുക്ക് കടന്നു വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മളൊക്കെ ഹദ്ദായിൽ എല്ലാവരും ഹദ്ദാദ് വന്ന സമയത്ത് ഈ ഫക്കീൽ മുഖദ്ദം ഒരു ഫാത്തിയോട് കൊടുക്കും. അതാണ് ബന്ധം നിലനിർത്തുന്നതാണ്. ആ ഒരു ബന്ധം നിലനിർത്തിക്കൊണ്ടാണ്. അപ്പോൾ അദ്ദേഹനോട് പറഞ്ഞത്, ഒന്നിരിക്കും ഇവിടുന്ന് വിവാഹം കഴിക്കണം, അല്ലെങ്കിൽ ഞാൻ അവിടെ വന്നിട്ടൊരു വിവാഹം കഴിക്കണം, എന്നാൽ ഞങ്ങൾ ആരെങ്കിലും അവിടെ നിന്ന് വിവാഹം കഴിക്കണം, എന്നാൽ നമ്മൾ ഈ ജമലൈലി കുടുംബം നമുക്ക് നിലനിർത്താൻ പറ്റും. അപ്പോൾ അതിന് വലിയൊരു പ്രാധാന്യം അവർ നൽകിയിരുന്നു എന്നുള്ളത് മനസ്സിലാക്കാം. അപ്പോൾ അങ്ങനെ ഇതുപോലെ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മളെ ഈ ബന്ധങ്ങൾ ഇപ്പോൾ നമ്മളെ പാപ്പ അവിടുന്ന് ഇപ്പോൾ അച്ഛന്ന് വന്ന് ഇവിടെ വന്ന് ഒരു കുടുംബം സ്ഥാപിച്ച് ആ കുടുംബത്തിലൂടെ ഇവിടെ ഇപ്പോൾ വ്യാപകമായി ജമലൈലി. അപ്പോൾ ഇവിടുന്ന് ഹൈദരാബാദിൽ നിന്നൊരു ജമലൈലി ഫാമിലി വന്നു. അപ്പോൾ അന്വേഷിച്ചപ്പോൾ ആ ജമലൈലി ഫാമിലി എന്നുള്ളത് ഇവിടുത്തെ പരമ്പരയല്ല, അത് മറിച്ച് അവർ വന്ന രീതി മറ്റൊന്നാണ്, മറ്റൊരു വഴിയിലൂടെ ഹൈദരാബാദിലേക്ക് എത്തിയതാണ്. അപ്പം അങ്ങനെ ഓരോ വഴിയിലൂടെ, അപ്പോൾ ഇതിൽ പഠനത്തിൽ വസീമിൻ്റെ പഠനം അൽഹംദുലില്ലാഹ് സുദീർഘമാണെങ്കിലും വസീമിനെ എത്തിപ്പെട്ടത് ഒരു ഭാഗത്തിൽ കൂടെയാണ് എന്നുള്ളതാണ്. അവരെ പല ഇനിയും കടന്നു വരാനുണ്ട്. അശ്വാഖ് ഇവിടെ പറഞ്ഞതുപോലെ കുടുംബ പാരമ്പര്യങ്ങൾ സംബന്ധിച്ചോ
നമ്മുടെ കുടുംബത്തിൻ്റെ പവിത്രതയെ സംബന്ധിച്ചോ വളർന്നു വരുന്ന തലമുറക്ക് തീരെ പരിജ്ഞാനമില്ല എന്നുള്ളതാണ്. മാത്രമല്ല പഠിക്കാൻ ആരും തയ്യാറല്ല എന്നുള്ളതാണ്. പലപ്പോഴും പിന്നെ ഇന്നത്തെ ഈ പല സാഹചര്യങ്ങളാണ്, ഞാനതിൽ ആക്ഷേപിക്കുന്നൊന്നുമില്ല. ഇന്നത്തെ സാഹചര്യങ്ങൾ നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ പിന്നെ കഴിവുള്ളവരും കഴിവില്ലാത്തവരും സൈതമല്ല അല്ലാത്ത ആളുകളെയും അതിനൊന്നും സ്നേഹിക്കുകയും അതിനേക്കാൾ ഉയർന്ന ഒരു സ്ഥാനം നൽകുകയൊക്കെ ചെയ്യുമ്പോൾ യഥാർത്ഥ സംസ്കാരമുള്ള ആളുകൾ, സാദാത്തി സംസ്കാരമുള്ള ആളുകൾ, സയ്യിദ് കുടുംബത്തിൻ്റെ പരമ്പരയുള്ളവർക്ക് അവരെ സംസ്കാരത്തിലും അവരെ പ്രവർത്തനത്തിലും വാക്കിലും എല്ലാറ്റിലും പ്രത്യേകമായി നമുക്ക് കണ്ടെത്താൻ സാധിക്കും. ഇപ്പോൾ കുടുംബ പരമ്പര തന്നെ തേടണമെന്നില്ല. നമ്മൾ കുടുംബ പരമ്പര തേടാതെ തന്നെ ചില സാദാത്യങ്ങൾ അത് യഥാർത്ഥ സാദാത്തി ഫാമിലിയാണോ എന്നുള്ളത് അവരെ സംസ്കാരം കൊണ്ട് കണ്ടെത്താൻ സാധിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. പലപ്പോഴും ഞങ്ങളങ്ങനെ ചില സംസ്കാരങ്ങളെ കാണുമ്പോൾ അവരെ പറ്റി ആയന്നിരുന്ന് പഠിച്ചാൽ ചിലപ്പോൾ അവരെ പരമ്പര എവിടെ എത്തിയിട്ടുണ്ടാവില്ല. അങ്ങനെ പല സയ്യിദന്മാരും നമ്മുടെ നാട്ടിലുണ്ട്. അപ്പോൾ ഇപ്പോൾ പിന്നെ പൂർണ്ണമായി പഠിക്കുന്നതിൽ വേറെ ധാരാളുണ്ട്. ഒരു പിന്നെ റഹ്മത്തുള്ള സഖാഫി എന്ന് തോന്നുന്നുണ്ട്, ചരിത്രം എഴുതി സാദാത്തികളെ. അദ്ദേഹം എഴുതി കുടുങ്ങിയ ഒരാളാണ്. അത് വരൂല അയാൾ എഴുതി കുടുങ്ങിയ ഒരാളാണ്. അയാൾക്കൊരു ചരിത്രം എഴുതി, കാരണം ഈ ചരിത്രം എന്നുള്ളത് പൂർണ്ണമായി കിട്ടാൻ വളരെ പ്രയാസമാണ്. ചരിത്രത്തിൻ്റെ വേരുകൾ എത്തിപ്പെടാൻ വലിയ പണിയാണ്. കാരണം പിന്നെ ഞാനിപ്പോൾ ഈ കഴിഞ്ഞ ആഴ്ച ഒരു പൈതൃക യാത്ര ഉണ്ടായിരുന്നു ജബില്ലയിൽ സാദാത്യങ്ങളെ. ഒന്ന് കുടുംബം കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് ആരൊക്കെ എവിടെയൊക്കെയുള്ളത്. അപ്പോൾ പലപ്പോഴും ഞാൻ പല സ്ഥലത്ത് ഞാൻ പോകാറുണ്ട്. പക്ഷെ അവിടെ ജബില്ലയിലുണ്ട് എന്നുള്ളത് ഞാൻ കണ്ടെത്തുന്നത് അപ്പോഴാണ്. ഒരു പൈതൃക, അതായത് മലപ്പുറം ജില്ലയിലെ ഒരു ചെറിയ ഭാഗങ്ങൾ സന്ദർശിച്ചുള്ളൂ. ഞാൻ 6-ാം തീയതി ഒരു പൈതൃക യാത്ര ഉണ്ട്. ഇതേമാതിരി നമ്മൾ വേര് കണ്ടെത്തുക എന്നല്ല, എവിടെയൊക്കെയാണ് നമ്മളെ കുടുംബങ്ങൾ. അപ്പോഴാണ് മനസ്സിലാകുന്നത് ഇവർ ജബില്ലയിലാണെന്നുള്ളതും ഇപ്പാപ്പാൻ്റെ ഒരു മകൻ ഇവിടെ പോയി അവിടുന്ന് അങ്ങനെ പോയി അവിടെയുള്ള പരമ്പരയിൽപ്പെട്ടതാണെന്നൊക്കെ മനസ്സിലാകുന്നത് ഇങ്ങനെ യാത്ര ചെയ്യുമ്പോഴാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പരമ്പര പൂർണ്ണമായിട്ട് സാദാത്യങ്ങളെ പൂർണ്ണമായി കണ്ടെത്താനൊക്കെ വലിയ പ്രയാസമാണ്. ഒരു പാപ്പ ഇവിടെ പിന്നെ മെഡിക്കൽ കോളേജിൻ്റെ അടുത്ത് ഒരു സ്ഥലത്ത് മറവട്ടെടുക്കുന്നുണ്ട്, പക്ഷെ കബറൊക്കെ കണ്ടെത്താൻ പറ്റിയില്ല. അതിൻ്റെ പരമ്പരയിൽപ്പെട്ട ആളുകൾ ഇവിടെ താമസിക്കുന്നുണ്ട്. പക്ഷെ അവിടെ പോയി താമസിച്ച് അങ്ങനെ പല ആളുകളും പല ഭാഗത്ത് പോയി താമസിച്ച് പരമ്പര ആരൊക്കെ എവിടേക്ക് കണ്ടെത്താൻ പറ്റാത്ത അവസ്ഥ ഉണ്ട്. അപ്പോൾ റഹ്മത്തുള്ളാഹി സഖാഫി വരൂല. കാരണം അദ്ദേഹം എഴുതിയോട് കൂടിയിട്ട് അദ്ദേഹത്തിന് ജീവിതത്തിൽ ഒരു സുഖം ഉണ്ടായിട്ടില്ല. കാരണം പിന്നെ ചില ആളുകളെ ഉൾപ്പെടുത്താൻ പറ്റിയില്ല. ഉൾപ്പെടുത്താത്ത ആളുകൾ നിരന്തരമായി അദ്ദേഹത്തെ ആക്ഷേപിക്കുകയും പ്രയാസപ്പെടുത്തുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ആരും ഇതിന് മുതിരൂല, പല ആൾക്കാരും മുതിരില്ല. പക്ഷെ നമുക്ക് വേണ്ട സാദാത്യങ്ങളെ സംബന്ധിച്ചിടത്തോളം കണ്ടെത്തുന്ന പരമ്പരകളെ കണ്ടെത്തി നമ്മുടെ ഈ സംസ്കാരം ഇന്നിപ്പോൾ ലോകത്തെവിടെയും ഇത്ര വലിയൊരു ഫാമിലി സയ്യിദ് കുടുംബങ്ങളെല്ലാം വരേണ്ട പ്രയാസമായിരിക്കും എൻ്റെ അഭിപ്രായത്തിൽ. അത്രത്തോളം അടിയുറച്ച ഒരു ഫാമിലി ആയിട്ട് നിലനിൽക്കുന്നത് ലോകാടിസ്ഥാനത്ത് നോക്കുമ്പോൾ സയ്യിദന്മാരുടെ ഫാമിലിയാണ്. എല്ലാവരും ബക്കൽ മുഖദ്ദമിയിലേക്കോ അല്ലെങ്കിൽ സാഹിബുൽ വിഭാഗത്തിലേക്കോ ഒന്നുമില്ലെങ്കിൽ ഖാലി ഹസം ഈ 400 യമനിലേക്ക് ആദ്യമായി വന്ന അലി ഖാലി ഹസം മഹാനവർ അവരിലേക്ക് എത്തും, എന്തായാലും എവിടേക്കെങ്കിലും എത്തും. അപ്പോൾ അങ്ങനെ പരമ്പര നമുക്ക് കണ്ടെത്താൻ ഒരു പ്രയാസമാണെങ്കിലും ഇതുപോലുള്ള ഓരോ ചർച്ചകളിലൂടെ ഒരുപാട് വിവരങ്ങളും നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ ഇതുപോലെ റിസർച്ച് നടത്തുന്ന പല ആളുകളെയും നമ്മൾ കൂട്ടിപ്പിടിച്ചുകൊണ്ട് നമുക്കിതുപോലെ പിന്നെ ഇപ്പോൾ ഇന്തോനേഷ്യയിലെ ചെറിയ ഭാഗങ്ങളെ സംബന്ധിച്ചിടത്തോളമാണ് ഇപ്പോൾ വസീം ഇവിടെ വിശദീകരിച്ചത്. അതിലൊരുപാട് കാര്യങ്ങൾ നമുക്ക് അവിടുത്തെ കുടുംബ ബന്ധങ്ങളെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ അവരുടെ ചിട്ടയും അവരുടെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചൊക്കെ ചെറിയ രീതിയിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അൽഹംദുലില്ലാഹ് ഈ പഠനത്തിന് നേതൃത്വം നൽകിയ വസീമിനെ പ്രശംസിക്കുന്നു. അപ്പോൾ സുബ്ഹാനഹു നമ്മുടെ ഈ കൂടുതലൊക്കെ സ്വാലിഹമലായി കബൂൽ ചെയ്യട്ടെ. ഇതുപോലെ പഠിക്കാനും ഇതുപോലെ വേദികളൊക്കെ നമുക്ക് ഒരുക്കണം. നേരത്തെ പറയുന്ന ഒരു കാര്യമാണ്, വർഷങ്ങളായി എന്നോട് പലപ്പോഴായിട്ട് കാണുമ്പോൾ പറയുന്നൊരു കാര്യമാണ്, സയ്യിദ് സാദാത്യങ്ങൾക്കായിട്ട് ഒരു റിസർച്ച് കേന്ദ്രം വേണം, അതിലെല്ലാ സൗകര്യങ്ങളും ഒരുക്കണം. അതിനെ സംബന്ധിച്ച് ഒരുക്കാറില്ല. പക്ഷെ പലപ്പോഴും അതിൻ്റെ കാര്യങ്ങളൊക്കെ മെനക്കെടാറുണ്ടെങ്കിലും പിന്നെ ഈ എല്ലാ സപ്പോർട്ടും കൂടി ഒത്തു കിട്ടുമ്പോഴാണ് ഒറ്റയ്ക്കൊരു പ്രവർത്തനത്തിന് സാധ്യമല്ല. ഒരുപാട് സപ്പോർട്ടുകൾ അതിനാവശ്യമാണ്. എല്ലാവരും സപ്പോർട്ടുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് ഒരു റിസർച്ച് സെൻ്ററൊക്കെ രൂപീകരിച്ച് ഇതിനെപ്പറ്റി പഠിക്കാനും തലമുറക്ക് ഇനി വരുന്ന തലമുറക്ക് ചിലപ്പോൾ ഇതൊന്നും യാതൊരു അറിവുണ്ടാവില്ല. പല സീതന്മാരും ഇപ്പോൾ അവരുടെ വേഷം തന്നെ ഇല്ല. നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ ഒരു വേഷം എന്നുള്ള പ്രധാന കാര്യമാണ്. സീതന്മാർക്ക് ഒരു പ്രത്യേക വേഷമുണ്ട്. അവരുടെ വേഷം വിധാനമൊക്കെ തന്നെ നിലനിർത്തൽ എന്നുള്ളത് അവർ അതിൻ്റെ ഭാഗമാണ്. പഴയ കാലത്തൊക്കെ തന്നെ ഒരു 10, 20, 50 വർഷങ്ങൾക്ക് മുമ്പുള്ള ഏതൊരു സയ്യിദിൻ്റെ ഫോട്ടോ എടുത്താലും ആ ഫോട്ടോത്തിൽ അവരെ ആ ഒരു ചുറ്റും ഒരു സയ്യിദാന്ന് ചോദിക്കുന്നതിനും തന്നെ ഒരു സയ്യിദാണ് ചോദിക്കുന്ന രീതി ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഉടനെ തലമുറക്ക് പഠിപ്പിച്ചു കൊടുക്കാനും മനസ്സിലാക്കി കൊടുക്കാനൊക്കെ ഇങ്ങനത്തെ വേദികൾ ഉപയോഗപ്പെടുത്തും. ഇതിനെ സംഘടിപ്പിച്ച സംഘാടകരെ ഞാൻ പ്രശംസിക്കുന്നു, അഭിനന്ദിക്കുന്നു. സർവശക്തി നമ്മുടെ സ്കൂളിൽ സ്വാലിഹമലായി കബൂൽ ചെയ്യട്ടെ എന്ന്
ദുആ ചെയ്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ചെയ്തിട്ട് ഉദ്ഘാടനം ചെയ്തിരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബഹുമാനപ്പെട്ട ശ്രീ മജീദ് തങ്ങൾ. ഞങ്ങളൊക്കെ ഈ വിഷയത്തിലൊരു കുറേ ഗവേഷണം നടത്തിയിരുന്നു. പിന്നെ പറഞ്ഞതുപോലെ തന്നെ എത്തുപിടിയും കിട്ടാത്തതിനാണ് അവസാനിപ്പിക്കേണ്ട വിദേശിക്കുന്നത്. ഞാൻ മനസ്സിലാക്കിയപ്പോൾ കക്കാട്ട് ഹിബിഷി തങ്ങൾ സയ്യിദ് കുടുംബങ്ങളെ കുറിച്ച് ആദ്യമായി കേരളത്തിൽ ഗവേഷണം നടത്തുകയും അന്വേഷണം നടത്തുകയും ചെയ്തത് ഹിബിഷി തങ്ങളാണ്. കക്കാട് മരിച്ചുപോയി. അദ്ദേഹം അന്ന് പിന്നെ ഒരു ചെറിയ പുസ്തകം എൻ്റെ കയ്യിലെപ്പോഴും ഉണ്ട്. അതിൽ 40-45 കൊല്ലം പഴക്കമുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. ആ പുസ്തകത്തിൽ കുറേ കുടുംബങ്ങളെ കുറിച്ച് അദ്ദേഹം ശേഖരിച്ച കുറേ വസ്തുതകൾ ക്രോഡീകരിച്ചുകൊണ്ട് ചെറിയൊരു പുസ്തകം ഇറക്കിയിട്ടുണ്ടായിരുന്നു. എനിക്കൊക്കെ ഇതിന് പ്രചോദനമായതും ഇതാണ്. എൻ്റെ അന്വേഷണത്തിൽ ഏകദേശം 40ഓളം സയ്യിദ് കുടുംബങ്ങൾ കേരളത്തിലെത്തിയിട്ടുണ്ട്. അതിൽ മൗലദബീല പോലെയുള്ള മമ്പ്രം ശ്രീധരതങ്ങൾ മൗലദബീല പോലെയുള്ള കുറേ കുടുംബങ്ങൾ നാമാവശേഷം പോയിട്ടുണ്ട്. ഞങ്ങൾ ഐതിഹ്യ കുടുംബം പറയുമ്പോൾ ഇപ്പോഴും ഒരു ഓട്ടോറിക്ഷ കൊള്ളാവുന്ന ആൾക്കാരായതുകൊണ്ട് അതിൻ്റെ പരമ്പര കൃത്യമായിട്ട് ഞങ്ങളടുത്തുണ്ട്. ഇവിടെ എവിടെയും നോക്കണ്ട. അങ്ങനെ ഓരോരുത്തരും അവരുടെ പിന്നെ വിറകിലോട്ട് സഞ്ചരിച്ചാൽ പലപ്പോഴും നീതമായ കാര്യങ്ങളുണ്ടോ എന്നറിയില്ല. അത് ശേഖരിക്കാൻ കഴിയും. എൻ്റെ സ്വപ്നം കൂടി ഞാൻ പറഞ്ഞ പങ്കുവെക്കാണ്. ഞാൻ പിന്നെ മമ്പറം ചെയ്ത വിധങ്ങളും അതേപോലെ തന്നെ ഈ കളിയാട്ടക്കാർ ഉത്സവവുമായി ബന്ധപ്പെട്ട് ഡോക്യുമെൻ്ററി ചെയ്തിരുന്നു. അതേപോലെ തന്നെ അതിൻ്റെ രണ്ടാം ഘട്ടം എന്ന നിലയിൽ കേരളത്തിലെ സയ്യിദ് കുടുംബങ്ങളെക്കുറിച്ച് അത് കാസർഗോഡ് മുതൽ എറണാകുളം വരെയുള്ള ഭാഗങ്ങളിലുള്ള സയ്യിദ് കുടുംബങ്ങളിൽ പോയി വിവരങ്ങൾ ശേഖരിച്ച് ഡോക്യുമെൻ്ററി ഉണ്ടാക്കുക സ്വപ്ന മനസ്സിലുണ്ട്. വലിയ സാമ്പത്തിക ചെലവുള്ള കാര്യമാണ്. അതിനൊരു പിന്നെ പഠിച്ചിട്ടുണ്ടാക്കിയപ്പോൾ തന്നെ 3-4 ലക്ഷം രൂപ അതിനുള്ള ചിലവ് വരും. ആ സ്വപ്നങ്ങളുടെ പങ്കുവെക്കാണ്. അതിന് മുടക്കാനുള്ള ആൾക്കാർ കിട്ടാത്തതുകൊണ്ട് മാത്രമാണ് അതിൻ്റെ ഒരു പണികൾ മുന്നോട്ട് പോകാൻ കഴിയാനില്ല. ബഹുമാനപ്പെട്ട മുസ്ലിം റസൂലിന് പറയാനുള്ള അദ്ദേഹം കേരളത്തിലെ സയ്യിദ് കുടുംബങ്ങളെക്കുറിച്ച് കുറച്ചുകൂടി ഗഹനമായി പഠിക്കേണ്ടതുണ്ട് എന്ന് തന്നെയാണ്. കാരണം ഇത്ര സുശക്തമായ ഇത്ര വ്യാപകമായ രീതിയിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പിന്നെ ഞങ്ങൾ പറഞ്ഞതുപോലെ തന്നെ 3-4 കേന്ദ്രങ്ങൾ, അതായത് പൊന്നാനി, കൊയിലാണ്ടി, കോഴിക്കോട് തുടങ്ങിയ തുറമുഖങ്ങളിൽ അവിടെ ഇവിടെ ഓരോ തറവാട്ടുകളിൽ പിന്നെ ഉദാഹരണം പൊന്നാനിയിലാണെങ്കിൽ പിന്നെ വലിയ ജാർത്തികൾ, കോഴിക്കോട് കൊയിലാണ്ടിയിലും അതേപോലെയുള്ള കേന്ദ്രങ്ങളുണ്ട്. അവിടെ വന്നിട്ട് ഞാൻ മനസ്സിലാക്കിയതാണ് ഞാൻ പറയുന്നത്. ശരിയാകണമെന്നില്ല. ഞാൻ പഠിച്ചെടുത്തോളം അവിടെ എത്തി അവിടെ നിന്ന് ആ കാലങ്ങളിൽ എത്തുന്ന സയ്യിദന്മാരെ ഏതൊക്കെ ഭാഗങ്ങളിലേക്ക് പറഞ്ഞയക്കണമെന്നുള്ള ഒരു ധാരണ പോലും അത്ര കേന്ദ്രങ്ങളിലെന്ന് പോലും പൊന്നാനിയിലാണ് വലിയ ജാതികൾ. അവിടെ എത്തിയിട്ടാണ് അവർക്ക് നിർദ്ദേശം കൊടുക്കുന്നത് എവിടെ പോകണം. കാരണം അത്തരത്തിലുള്ള വ്യവസ്ഥാപിതമായ ഇന്നത്തെ പോലുള്ള സംവിധാനങ്ങളൊന്നുമില്ലെങ്കിലും എവിടെയൊക്കെയാണ് സയ്യിദന്മാർ എത്തേണ്ടത്, പോകേണ്ടത്, ദഅ്വ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി എത്തേണ്ടത് എന്നുള്ളതിൻ്റെ ഒരു രൂപരേഖ പോലും ഈ തരം കേന്ദ്രങ്ങളിൽ പൊന്നാനിയാണെങ്കിലും കോഴിക്കോടാണെങ്കിലും കൊയിലാണ്ടിയാണെങ്കിലും ഒക്കെ അത്തരം കേന്ദ്രങ്ങൾ ഉണ്ടായിരുന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ വിപുലമായ ചരിത്രമാണ്. പഠിക്കാനും മനസ്സിലാക്കാനുമുള്ള ധാരാളം വിഭവങ്ങളുണ്ട്. മുസ്ലിം പിന്നെ അതിൻ്റെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളാണ്. അപ്പോൾ സ്വന്തം പിന്നെ തട്ടകത്തിൽ നിന്ന് തുടങ്ങിയാൽ ഇതിൽ നന്നായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഇതിന് പ്രവർത്തിച്ച എല്ലാവിധ ആശംസകളും ഉണ്ടാവുകയും അവരെ കബൂലാക്കട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
ബഹുമാനപ്പെട്ട സയ്യിദ് ഹുസൈൻ ഇൻഷാല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ടോക്കിൻ്റെ അവസാന ഭാഗമാണ് എനിക്ക് കേൾക്കാൻ സാധിച്ചത്. ഇനി ആദ്യം എങ്ങനെയാണ് ചർച്ച അറിഞ്ഞിട്ട് അതുകൊണ്ട് തന്നെ അതിൻ്റെ പുതിയ ആശയങ്ങൾ ഉൾക്കൊള്ളാൻ സാധിച്ചിട്ടില്ല എന്നുള്ളൊരു പോരായ്മയായിട്ട് കാണുന്നുണ്ട്. കാരണം പിന്നീട് ഇവിടെ ചർച്ച നടന്നത് ബാലവി സാദാത്തുക്കളെ പോലെ തന്നെ വളരെ പ്രാധാന്യമുള്ളവരാണ് ബാഹസൻ സാദാത്തുക്കൾ. പക്ഷേ ഈ ബാഹസൻ സാദാത്തുക്കളെ കുറിച്ച് യാതൊരു വിശദീകരണവും നമ്മൾ ഇന്തോനേഷ്യയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട കുറേ കബീലകൾ ഉൾക്കൊള്ളുന്നത്. അപ്പോൾ ഈ ബാലവി സാദാത്തുക്കളുടെ പ്രമുഖരായ 5 കബീലകളെ കുറിച്ച് മാത്രമാണ് എനിക്ക് തോന്നുന്നത്, അതിനെക്കുറിച്ചാണ് കൂടുതൽ പഠിച്ചിട്ടുണ്ടാവും, റിസർച്ച് നടത്തിയിട്ട്. അതേപോലെ തന്നെയാണ് ബാലവി സാദാത്തുക്കൾ, ഇന്തോനേഷ്യയിലെ ബാലവി സാദാത്തുക്കളുടെ ഒരുപാട് പ്രമുഖ കുടുംബങ്ങൾ. ഇപ്പോൾ ജബലിലേക്ക് പറയുകയാണെങ്കിൽ തന്നെ ബാലവി സാദാത്ത് കുടുംബങ്ങളുമായിട്ടാണ് ബന്ധപ്പെട്ട്. അതുപോലെ ഒരുപാട് കബീലകൾ നമ്മളിപ്പോൾ കേരളത്തിൽ കാണപ്പെടുന്ന കബീലകൾ ബാലവി സാദാത്തുമായി ബന്ധപ്പെട്ട ഒരുപാട് കബീലകൾ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ ഒരുപാട് പഠിക്കേണ്ട ഒരു വിഷയമാണ്, ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമാണ്. പിന്നെ നമ്മൾ ആശ്രിതങ്ങൾ സൂചിപ്പിച്ച പോലെ ഇപ്പോൾ സ്വാഭാവികമായിട്ടും സയ്യിദന്മാർക്ക് ഒരു പഠന കേന്ദ്രം എന്ന് വെച്ചാൽ സയ്യിദന്മാരെ കുറിച്ച് നമ്മൾ പഠിക്കാൻ. ഇപ്പോൾ നമ്മളിപ്പോൾ അറിഞ്ഞിടത്തോളം യമനിൽ, ജോർദാനിൽ, അതുപോലെ മറ്റ് മുസ്ലിം രാഷ്ട്രങ്ങളിലൊക്കെ ഇൽമുൻ നസബ എന്ന് പറഞ്ഞിട്ട് ഒരു വിഭാഗം തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. മറ്റ് പല യൂണിവേഴ്സിറ്റികളുണ്ടെന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. കാരണം അവർ നമ്മുടെ പിതൃത്വത്തെക്കുറിച്ച്, അവരുടെ നസബയെക്കുറിച്ച് പഠിക്കാനുള്ള ഒരു ഇത് എല്ലാ നാടുകളിലും ഇപ്പോൾ സയ്യിദന്മാരുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് ജോർദാനിൽ അത് വളരെയധികം യൂണിവേഴ്സിറ്റികളിൽ വരെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. കിതാബുകളിലും അവരുടെ കിതാബുകൾക്ക് വളരെ പ്രാധാന്യമുണ്ടെന്നും ഇതൊക്കെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. അതേപോലെ നമുക്കും നസബയെക്കുറിച്ചും നമ്മുടെ പിതൃത്വത്തെക്കുറിച്ചും ഇപ്പോൾ നമ്മൾ ജബലിലേക്ക് സാദാത്തുക്കൾ പിന്നെ പൈതൃക യാത്രയെ പറഞ്ഞു. അതായത് നമ്മൾ പൂർവികരെ കുറിച്ച് പഠിക്കാനും നമ്മുടെ എങ്ങനെയാണ് എവിടെയാണ് കുടുംബങ്ങളുള്ളതെല്ലാം ആ കുടുംബബന്ധം നിലനിർത്തുക എന്നുള്ളത്. ഇപ്പോൾ നേരത്തെ ഇതിൽ സൂചിപ്പിച്ച ബെയ്ത്ത് എന്നുള്ളത് തന്നെ ആ ഉദ്ദേശത്തിൽ തന്നെയാണ് ഇന്തോനേഷ്യയിലെ സാദാത്തുക്കളും ഉൾക്കൊള്ളുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. പിന്നെ ഞങ്ങൾ ഇപ്പോൾ ഈ ഒരു പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഞങ്ങളൊരു വെബ്സൈറ്റ് ആഗോളാടിസ്ഥാനത്തിൽ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നുവെച്ചാൽ അഹ്ലുൽ ബൈത്ത് ഇന്ത്യ എന്നും പറഞ്ഞിട്ട്. അപ്പോൾ ആ വെബ്സൈറ്റിൽ കേരളത്തിലെയും ഇന്ത്യയിലെ മുഴുവൻ സാദാത്തുക്കളെ ഉൾപ്പെടുത്തിക്കൊണ്ട് മുഴുവൻ കബീലകളുടെയും ചരിത്രങ്ങൾ ഉൾക്കൊള്ളിച്ച് ആ കുടുംബങ്ങൾ എവിടെയൊക്കെയാണുള്ളത് എല്ലാം മനസ്സിലാക്കുന്ന രൂപത്തിലുള്ള ഒരു വെബ്സൈറ്റിന് നമ്മൾ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഒരു വെബ്സൈറ്റ് അടുത്ത് തന്നെ ഇൻഷാ അല്ലാഹ് ലോഞ്ച് ചെയ്യാനുള്ളത് അതിൻ്റെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ഇത്തരം കാര്യങ്ങളിലൊക്കെ നമ്മൾ സാദാത്യങ്ങൾ സഹകരിക്കണം, പഠിക്കണം. കേരളത്തിൽ എനിക്ക് തോന്നുന്നത് സയ്യിദന്മാർ സ്വാഭാവികമായിട്ടും ആത്മീയ ചികിത്സ അതല്ലെങ്കിൽ മറ്റൊരു തങ്ങളായാലും അതാണ് ആദ്യത്തെ ഒരു റിമാർക്ക് വരുന്നത്. ഒരു ഐഡന്റിറ്റി എന്നുള്ളത് പറഞ്ഞൊരു ആ തങ്ങളാണെന്ന് ചോദിച്ചാൽ ആൾക്ക് ഒരു ചികിത്സ ഉണ്ടാവുകയും ഇത് മാത്രമല്ല, തങ്ങളെ കുറിച്ച് ഒരുപക്ഷെ ഈ ചികിത്സ നടത്താൻ തങ്ങൾക്ക് സ്വന്തം വാപ്പാനെ അറിയില്ല. ഒരുപാട് അനുഭവങ്ങൾ നമുക്ക് നമ്മുടെ മുമ്പിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ നസബയെ കുറിച്ച് ആദ്യം പഠിക്കാനും അതിനുള്ളൊരു പഠന കേന്ദ്രം നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട്. ഇൻഷാ അല്ലാഹ് ഇത്തരം ഒരു പരിപാടികളൊക്കെ നമുക്ക് ഉതകുന്ന, നമ്മുടെ ജീവിതത്തിന് ഉപകരിക്കുന്ന, നമ്മുടെ പൂർവികരെ അനുസ്മരിക്കുന്ന ചടങ്ങുകളായിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് മാറ്റി തീർക്കണം. ഇതിൻ്റെ പ്രധാന ടോക്ക് നടത്തിയ മുസ്ലിമിനെ എല്ലാവിധ ആശംസകളും നേരുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അതിൻ്റെ പേരാണ് ഈ സംഗമത്തിന് നന്ദി പറയാൻ വേണ്ടിയിട്ട് അർഷദ് ക്ഷണിക്കും. ഈ പരിപാടി കോളേജ് ചെയ്ത ഷാക്കത്താണ്. അതോടൊപ്പം തന്നെ ഈ വിഷയം വളരെ ഭംഗിയായി ഇവിടെ അവതരിപ്പിച്ച അവസരം ഉദ്ഘാടനം നിർവഹിച്ച മുഹമ്മദ്. അതോടൊപ്പം തന്നെ ഈ പരിപാടിക്ക് ആശംസ അവതരിപ്പിച്ച ആദ്യത്തിൽ കാരണം തുടങ്ങിയ എല്ലാവർക്കും ഹംദർദി സ്റ്റഡി സെൻ്ററിൻ്റെ പേരിലും നന്ദി അറിയിച്ചുകൊണ്ട് ഈ പരിപാടി ഔപചാരികമായി അവസാനിക്കുന്നതായിരുന്നു. അസ്സലാമു അലൈക്കും.